ജയ് ശ്രീറാം. നമ്മുടെ അയോധ്യയിലെ ശ്രീരാമൻ്റെ അമ്പലം അല്ലെങ്കിൽ ആ ഒരു ടെമ്പിളിൻ്റെ എന്താണ് റീക്രിയേഷൻ്റെ ഒരു വർഷങ്ങളോളം അതിൻ്റെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങും ഞാൻ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിരുന്നു. അപ്പം ഈ നമ്മുടെ ടെമ്പിൾ ഓപ്പൺ ചെയ്യുന്ന ആ ദിവസം ഞാനത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ട്രസ്റ്റ് മീ, എനിക്ക് ഇവിടെ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് കണ്ട് എനിക്ക് അത്രയും രോമാഞ്ചം അത്രയും ഞാൻ ആക്ച്വലി കരഞ്ഞു, എൻ്റെ കണ്ണ് നിറഞ്ഞു. ആ ഒരു മൊമെൻറ്റ് ആ രാംലല്ലെ നമ്മുടെ വേൾഡിലേക്ക് റിവീൽ ചെയ്ത പുനഃപ്രതിഷ്ഠ ചെയ്ത ആ മൊമെൻറ്റ് എനിക്ക് ഭയങ്കര എന്താ പറയുക മീനിങ് ആയിരുന്നു. ഞാൻ ഒരിക്കലും ലൈഫിൽ മറക്കത്തില്ല. ട്രാവൽ ചെയ്യുന്ന സമയത്ത് പോലും എവിടെ ഞാനൊക്കെ ചോദിക്കും ഞാൻ എവിടെ, ബിക്കോസ് ചിലർക്ക് മനസ്സിൽ ഞാൻ ഒരു ഇന്ത്യൻ ആണെന്ന്. ബിക്കോസ് എന്നെ കണ്ടാൽ പറഞ്ഞാൽ ഒരു ഇന്ത്യനെ പോലെ അല്ല. പക്ഷേ എവിടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു എത്രയോ പേരുണ്ട്. യോ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്ന് എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? മറ്റേ എന്താണ് പശുക്കൾക്ക് ഫീഡ്, അതാണ് അതിൻ്റെ രീതി. നമ്മൾ ആ ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഹാർവെസ്റ്റ്, അതായത് അവരെ റെസ്പെക്റ്റ് ചെയ്യുക. അപ്പം ഇതെല്ലാം ഞാനും ചെയ്തു. ഇവിടെ അമ്പലത്തിൽ പോയി ഞാനും ഗോസേവ ചെയ്തു. അപ്പോൾ ഞാൻ ആ ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അങ്ങനെ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ കാറ്റഗറി എടുത്ത് നോക്കിയാലും ഹീസ് നമ്പർ 1 ഫോർ മീ. നമ്മുടെ ലൈഫിൽ ഏറ്റവും അത്യാവശ്യം ബാലൻസ് ആണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ കാവിയിട്ട് അല്ലെങ്കിൽ വെള്ളയിട്ട് ഇറങ്ങും, അതല്ല സ്പിരിച്വാലിറ്റി. നമുക്ക് എല്ലാം വേണം. നമ്മൾ മനുഷ്യരായി ജനിച്ചാൽ കാമ, അർത്ഥ, ധർമ്മ, മോക്ഷ, ഈ കാര്യങ്ങളാണ് നമ്മുടെ ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം. ഓഫ് കോഴ്സ് എൻ്റെ ഡ്രീമാണ് ഗുരുവായൂർ ക്ഷേത്രം. ഗുരുവായൂരപ്പൻ്റെ നടയിൽ നിൽക്കുക എന്നതാണ് എല്ലാവരുടെയും ഒരു ഡ്രീമാണ്. അപ്പോൾ അതുപോലെ ഞാൻ പറയും, ഗുരുവായൂരപ്പൻ വിളിച്ചാൽ പിന്നെ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ആ ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇത് മതം അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരു മതത്തിലും ഡാഡി വിശ്വസിച്ചില്ല. പക്ഷേ എല്ലാത്തിനെ പറ്റി അറിവുള്ള ഒരു മനുഷ്യനായിരുന്നു. ഡാഡിയുടെ തീരുമാനമായിരുന്നു ബോഡി ദഹിപ്പിക്കണം, അതുപോലെ തന്നെ എവിടെയും കൊണ്ട് ഒഴുക്കണം എന്ന് ഡാഡിയുടെ തീരുമാനമായിരുന്നു. പക്ഷേ അതിൽ എനിക്ക് അഭിമാനമാണ്. കാരണം അതാണ് ശരിയായ വഴി. അത് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ എല്ലാ വർഷവും ഡാഡിയുടെ ആത്മാവിന് ബലിയിടണം എന്ന് അത് ഞാൻ ചെയ്യിക്കും. എന്നെ കൊണ്ടാകുന്നിടത്തോളം, എൻ്റെ ആരോഗ്യവും ഓർമ്മയൊക്കെ ഉള്ളിടത്തോളം ഞാനത് ചെയ്യും. ഹലോ, എല്ലാവർക്കും V4 പ്ലേസിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു പവർഫുൾ ലേഡിയാണ്. ഒരുപാട് വിശേഷണങ്ങൾക്ക് അർഹയാണ് ഈ ഒരു വനിത. നമ്മുടെ അനശ്വര സംവിധായകൻ KG ജോർജ് സാറിൻ്റെ മകൾ താര K ജോർജ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും സുപരിചിതയായിരിക്കും. 15 വർഷക്കാലം ക്യാബിൻ ക്രൂവായി ജോലി ചെയ്ത് 150-ലധികം രാജ്യങ്ങൾ സന്ദർശിച്ച മലയാളത്തിലെ ഏക യുവതി. അതോടൊപ്പം തന്നെ നമ്മുടെ ഖത്തർ രാജാവിൻ്റെ പ്രൈവറ്റ് എയർലൈൻസിൽ ജോലി ചെയ്ത ഉന്നത പദവിയിൽ ജോലി ചെയ്ത ഏക വനിത. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. സംരംഭകയാണ്, വെൽത്ത് ഹെൽനസ് കോച്ചാണ്. ഇനി എന്തൊക്കെയാണ് മാഡത്തിന്റെ ഭാവി പരിപാടികൾ എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. വെൽക്കം ടു ദി ഷോ. ജയ് ശ്രീറാം. അപ്പോൾ എന്താണ് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു, ഇനി എന്താണ് താര K ജോർജ് എന്ന് മലയാളിക്ക് കൂടുതലായിട്ട് എന്താണ് പരിചയപ്പെടുത്താനുള്ളത്? ഇപ്പോൾ ഇതുവരെ പറഞ്ഞതെല്ലാം ശരിയാണ്, ലോകത്തെല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് കൂടാതെ എനിക്ക് വേറൊരു സൈഡുണ്ട്. അതായത് ഞാനൊരു ഹിന്ദു വേ ഓഫ് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു വനിതയാണ്. ഞാൻ എന്താ പറയുക, കഴിഞ്ഞ ഒരു 6 വർഷം കാലമായിട്ടാണ് ഞാനിതിങ്ങനെ ഒരു വേ ഓഫ് ലൈഫിലേക്ക് ഞാൻ എൻറ്റർ ചെയ്തത്. അപ്പം ഞാനൊരു ഹോളിസ്റ്റിക് ആൻഡ് വെൽനസ് കോച്ച്, സർട്ടിഫൈഡ് ഹോളിസ്റ്റിക് ആൻഡ് വെൽനസ് കോച്ചായി. പിന്നെ അതുകൂടെ എന്താ പറയുന്നത്, ഇതിൻ്റെ എല്ലാം എൻ്റെ ഒരു ലൈഫ് സ്റ്റൈല് മാറി. ഞാൻ വെജിറ്റേറിയൻ ആണ് എന്ന് പറയുന്നത്. ഞാൻ എല്ലാ ദിവസവും യോഗ പ്രാക്ടീസ് ചെയ്യും, ഞാൻ മെഡിറ്റേഷൻ ചെയ്യും, മെഡിറ്റേഷൻ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കും. യോഗ ക്ലാസ്സുകൾ എടുക്കില്ല, ബിക്കോസ് ഐ എം നോട്ട് എ ട്രെയിൻ ടീച്ചർ. ബട്ട് യോഗ എല്ലാ ദിവസവും ഞാൻ പ്രാക്ടീസ് ചെയ്യും. ഇതൊക്കെ കാരണം, ഇങ്ങനെ ഒരു ലൈഫിലേക്ക് ഞാൻ ലീഡ് ചെയ്യാനുള്ള കാരണം ഓഫ് കോഴ്സ് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും ഭാരതം എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തിൻ്റെ ഹിന്ദു എന്ന് പറയുന്ന വേ ഓഫ് ലൈഫ് അതിലേക്ക് ഞാൻ തിരിച്ചുകൊണ്ടാണ്. ഞാൻ എന്താ പറയുന്നത്, ഇതുകൊണ്ട് എൻ്റെ ലൈഫ് കണ്ട് ഇൻസ്പയർ ആയ കുറേ പേരുണ്ട്. ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ, ഞാനിപ്പോൾ എല്ലാവരും എപ്പോഴും പറയും താര ഭയങ്കര പോസിറ്റീവാണ്, എന്താണ് ഇതിൻ്റെ രഹസ്യം, അതിൻ്റെ ഞങ്ങൾ കൂടെ ഷെയർ ചെയ്യുമെന്ന് പറയുമ്പോൾ അത് ഒരു കാര്യമല്ല, നമ്മുടെ ഒരു വേ ഓഫ് ലൈഫാണ്. അതെ, ഞാൻ എല്ലാ ദിവസവും രാവിലെ ഫസ്റ്റ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന യോഗയിൽ കൂടെയാണ്. പിന്നെ അതുകൂടാതെ ഞാൻ മന്ത്രങ്ങൾ, പല ശിവൻ്റെ മന്ത്രങ്ങൾ, ലളിത സഹസ്രനാമം, ഗണപതി മന്ത്രം, അങ്ങനെ എല്ലാ മന്ത്രങ്ങളും എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൂടെയൊക്കെ എന്താ പറയുന്നത്, എനിക്ക് അത്രയും എൻ്റെ ലൈഫ് ഭയങ്കരമായിട്ടൊരു ചേഞ്ചിലേക്ക് എത്തി.
അങ്ങനെയാണ് ഒരു പോസിറ്റിവിറ്റി വന്നത്. അതുപോലെ തന്നെ ഞാൻ എടുത്തു ചോദിക്കേണ്ട ഒരു കാര്യം, അൾട്ടിമേറ്റ്ലി ഒരു ക്രിസ്ത്യനാണ് താര കെ ജോർജ്. അപ്പോൾ ആ താര കെ ജോർജ് എന്ന് എല്ലാവരും ഇപ്പം നമ്മൾ ഒരുപാട് പേര് കൺവേർട്ട് ചെയ്യുന്ന മറ്റു മതങ്ങളിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ കൺവേർട്ട് ചെയ്തു എന്നല്ല പറയുന്നത്, പക്ഷെ അവർ ഹിന്ദുയിസത്തിൻ്റെ അതൊരു ഫോളോ ചെയ്യാൻ ഇന്ന് എല്ലാവരും ഭാരതം എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഹിന്ദുക്കൾ അടക്കി വാഴുന്ന അങ്ങനെ ഒരുപാട് നെഗറ്റീവാണ്. അപ്പോൾ അതിൽ താര കെ ജോർജ് ഭയങ്കര പോസിറ്റീവാണ് ആൾക്കാർക്ക് നൽകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അതിലേക്ക് ഇഷ്ടം വന്നത് എങ്ങനെയാണ്? ഞാനൊരു ക്രിസ്ത്യനായിട്ടാണ് എൻ്റെ പേരൻസ് എന്നെ ലൈക്ക് റിലീജിയനിലേക്ക് അതെ എന്നാണ് കൊണ്ടുവന്നത്. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഒരിക്കലും എൻ്റെ റൂട്ട്സ് ഞാൻ മറന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമായ പള്ളിയിൽ പോയിട്ട് മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ അവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. പക്ഷെ അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു റെസ്പെക്റ്റ് ആണ്, യുനോ. അതായത് നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തോ അത് മറന്നിട്ടല്ല നമ്മൾ വേറൊന്ന് ചെയ്യേണ്ടത്, അത് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് ലീഡ് ചെയ്യണം. അപ്പം ഞാൻ എല്ലാ പള്ളികളിലും പോവും, അതേപോലെ എല്ലാ അമ്പലങ്ങളിലും പോവും. പക്ഷെ അമ്പലത്തിൽ പോകുന്നതും പള്ളി പോകുന്നതും നമ്മളൊരു കാര്യസാധ്യത്തിനോ അങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ പുറകിലുള്ളൊരു സയൻറ്റിഫിക് റീസൺസ്, സ്പിരിച്വൽ റീസൺസ്, എന്താ പറയുക, ഫിസിക്കൽ റീസൺസ്, അങ്ങനെ കുറേ റീസൺസ് ഉള്ള അതെല്ലാം ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആയത്. ഇപ്പം ഞാൻ വെജിറ്റേറിയൻ, എല്ലാവരും ചോദിക്കും വെജിറ്റേറിയൻ ആയതുകൊണ്ട് എന്നെ എത്രയോ എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കും. ഞാൻ നോൺ വെജിറ്റേറിയൻ ആണ്, ബിക്കോസ് ഞാനൊരു ക്രിസ്ത്യൻ ആയിട്ടായതുകൊണ്ട് എൻ്റെ ക്രിസ്ത്യൻ ഫാമിലി, മമ്മി എന്ന് പറയുന്നത് ഏറ്റവും നല്ല ക്രിസ്ത്യാനി ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന ഞാൻ ക്രിസ്ത്യാനിറ്റിയുടെ എപ്പോഴും ബീഫൊക്കെ ആയിരിക്കും. അതെ അതെ അതെ, ബീഫ് അങ്ങനെ എല്ലാ മീറ്റും ഫിഷും ഒക്കെ ഞാൻ കഴിച്ച ആളാണ്. പക്ഷേ അതിലൊക്കെ വ്യത്യാസമായിട്ട് നമ്മൾ എന്താണ് ഞാൻ പറയില്ല, എൻ്റെ ഒരു ലൈഫ് ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. ഫിസിക്കലി, സ്പിരിച്വലി, മെൻ്റലി, ഇമോഷണലി, എല്ലാ രീതിയിലും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീക്കിൽ ഞാൻ എത്തി. അപ്പോഴാണ് എനിക്ക് ഓരോ സത്യങ്ങൾ മനസ്സിലായത്. അതെല്ലാം മനസ്സിലാക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഹിന്ദുയിസം എന്ന വേ ഓഫ് ലൈഫിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങിയതുകൊണ്ടാണ്. അത് എന്താ പറയുക, ഇപ്പം എന്നെ കണ്ട് ഇൻസ്പയർ ആയതുകൊണ്ട് ഞാൻ പറയും ഇങ്ങനെയാണ്, പക്ഷെ ഒരിക്കലും ഞാൻ ആരോടും പറയില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന്. ഇത് ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അത് ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടാണ് ഞാനിങ്ങനെ ആയതും എൻ്റെ ലൈഫിൽ ചേഞ്ചസ് വന്നതും. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നതിന് കാരണം ഒരു പക്ഷെ നമ്മുടെ ലൈഫിൽ എല്ലാം പ്രീ ഡെസ്റ്റിൻഡാന്ന് പറയും, അല്ലെ, തീരുമാനിച്ച് വെച്ചതാന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് തീരുമാനിച്ച് വെച്ചാൽ എല്ലാം എനിക്ക് നല്ലതിന് മാത്രമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ അരിമണിയിൽ നമ്മുടെ എഴുതി വെച്ചേക്കാൻ. അതെ 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 അതെ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ മുന്നിലിരിക്കുമ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റി തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ആയാലും ഒരുപാട് ബുദ്ധൻ എന്ന് പറയുന്നത് നമ്മുടെ അത്രയും നമുക്കൊരു പോസിറ്റീവ് തരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് എന്താ പറയുക, എല്ലാവരും ഇങ്ങനെ ഒരു അത്ഭുതത്തോടു കൂടിയായിരിക്കും ഇപ്പം താര കെ ജോർജ് എന്നൊരു വ്യക്തി. പലരും പുരുഷന്മാരാണ് കൂടുതലായിട്ടും ഇങ്ങനെ എന്താ പറയുക, ആത്മീയതയിലേക്ക് എന്നല്ല, ആ ഒരു വഴിയിലേക്ക് ഒരു എന്താ പറയുക, ഒരു എല്ലാവരും വെൽനസ് ഹെൽത്ത് കോച്ച് ആവുന്നതോടൊപ്പം തന്നെ നമ്മൾ യോഗയൊക്കെ മെഡിറ്റേറ്റ് ചെയ്യുമ്പം അത് വേറൊരു രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് ഒരു ആത്മീയതയിലേക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും പോകാൻ പ്ലാൻ ഉണ്ടോ? നമ്മുടെ ലൈഫിൽ ഏറ്റവും അത്യാവശ്യം ബാലൻസ് ആണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ കാവിയിട്ട് അല്ലെങ്കിൽ വെള്ളയിട്ട് ഇറങ്ങും, അതല്ല സ്പിരിച്വാലിറ്റി. നമുക്ക് എല്ലാം വേണം. നമ്മൾ മനുഷ്യരായി ജനിച്ചാൽ കാമ, അർത്ഥ്, ധർമ്മ, മോക്ഷ, ഈ കാര്യങ്ങളാണ് നമ്മുടെ ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം. അത് നമ്മൾ അത് ജീവിക്കണം. അത് ജീവിച്ച് ഒന്നിനു പുറകെ അവസാനം മോക്ഷ, ഫ്രീഡം, അതിലേക്ക് നിന്നാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി അതിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. പക്ഷെ എന്ന് പറഞ്ഞാൽ എല്ലാം ത്യജിച്ച് ഒരിക്കലും നമ്മൾ ജീവിക്കാൻ പാടില്ല. നമുക്ക് ദൈവം എല്ലാം തന്നിട്ടുണ്ട്, അതെല്ലാം നമ്മൾ അനുഭവിക്കണം. ഇപ്പൊ എല്ലാവരും പറയും എനിക്ക് ദൈവമേ എനിക്ക് അത് തരണം ഇത് തരണം പറയും, അതെല്ലാം കൊടുക്കും. പക്ഷേ ഒരിക്കലും മനുഷ്യർ ചോദിക്കാത്ത ഒരു കാര്യമുണ്ട്, അതെല്ലാം അനുഭവിക്കാനുള്ള യോഗം തരണമെന്ന്. അവിടെയാണ് നമ്മുടെ ഡിഫറൻസ്. കറക്റ്റ്. അപ്പൊ ഞാൻ എന്ത് പറയും, ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് ജീവിതത്തിൽ എല്ലാം ഉണ്ട്, ലൈക്ക് ഫൈനാൻഷ്യലി അല്ലെങ്കിൽ സ്പിരിച്വലി, മെന്റലി, ഇമോഷണലി ഞാൻ വെൽ സെറ്റിൽഡ് ആണ്, ലൈക്ക് എന്താ പറയുക, കൺട്രോൾഡ് ആണ്. ബിക്കോസ് എന്താണ്, ഞാൻ ഇതെല്ലാം നമ്മൾ പ്രാർത്ഥിക്കും, ഓഫ് കോഴ്സ് നമ്മൾ ചോദിക്കണം, നമുക്ക് ഇതെല്ലാം നമുക്കാണ് പക്ഷെ അതിനെല്ലാം അപ്പുറം ഞാൻ അവസാനം ചോദിക്കും ഇതെല്ലാം അനുഭവിക്കാനുള്ള യോഗം എനിക്ക് തരണേ എന്ന് പറയും. അവിടെയാണ് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോർമേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഒന്നും വേണമെന്ന് പ്രാർത്ഥിക്കാറില്ല ഈശ്വരനോട്. എല്ലാം ലൈഫില് എന്താ പറയാ, ദൈവം എല്ലാം തന്നിട്ടുണ്ടോ ആവശ്യപ്പെട്ടതൊക്കെ? തീർച്ചയായിട്ടും. ഞാൻ എന്താ പറയുന്നത്, ഇപ്പം എന്ത് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ. എല്ലാവരും ദൈവത്തിനോട് എല്ലാം കഴിഞ്ഞിട്ടാണ് നന്ദി പറയും. ഞാൻ ആദ്യമേ നന്ദി പറയും. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു അവസരം കിട്ടിയതിന് നമ്മൾ ആദ്യം നന്ദി പറയും. നമ്മളെപ്പോഴും അതിന് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ലൈഫിൽ എന്നും ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ ആ ഒരു ഗ്രേറ്റ്ഫുൾ ഒരു വൈബ്രേഷനിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നന്ദി പറയാനേ സമയം ഉണ്ടാകത്തുള്ളൂ. അത് ഫ്രണ്ട്സിനോടാണെങ്കിലും ഫാമിലിയോടാണെങ്കിലും ദൈവത്തിനോടാണെങ്കിലും അപ്പം അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഇതൊന്നും ഓവർനൈറ്റ് ഉണ്ടായതല്ല. ഞാനിത് ശരിക്കും എഫേർട്ട് ഇട്ടു. ഞാൻ യൂട്യൂബിൽ കൂടെ പല വീഡിയോസ് പല നമ്മുടെ വേൾഡിൽ എന്താ പറയുന്ന ആ ഒരു ഓപ്ര വിൻഫ്രി തൊട്ട്
ദീപക് ചോപ്ര അങ്ങനെ പല പല ലീഡേഴ്സ്, ഈ സ്പിരിച്വൽ ലീഡേഴ്സ്, അവരുടെയൊക്കെ ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ അതിനെപ്പറ്റി ഞാൻ വായിച്ചു, അതിനെപ്പറ്റി ഞാൻ കണ്ടു, പഠിച്ചു, ബുക്സ് വായിച്ചു. സ്പിരിച്വാലിറ്റി, സെൽഫ് ഹെൽപ്പ്, ഹെൽത്ത്, വെൽത്ത്, വെൽനെസ്, ഹോളിസ്റ്റിക്, ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ചു. ഞാൻ വേദങ്ങൾ പഠിച്ചു, വേദങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. അതുപോലെ മന്ത്രങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിതെല്ലാം വേണം. നമ്മൾ ഒന്ന് മാറ്റി വെച്ചിട്ട് വേറൊന്ന് പോയാൽ നമ്മുടെ ലൈഫ് ബാലൻസ്ഡ് അല്ല. ഇപ്പം ഞാൻ വിചാരിക്കും നമുക്ക് ജീവിതത്തിൽ എന്തുമാകാം. നമുക്ക് പൈസ, വി ക്യാൻ ബി റിച്ച്, വി ക്യാൻ ബി സ്പിരിച്വൽ, വി ക്യാൻ ബി എവറിത്തിങ്, ബിക്കോസ് നമ്മൾ അതിനാണ് ദൈവം അങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ചിലർ വിചാരിക്കും എനിക്ക് സന്തോഷമുണ്ട് പക്ഷെ അതില്ല, നമുക്ക് ഇതുകൊണ്ട് ഇതില്ല, അങ്ങനെയല്ല, നമുക്ക് എല്ലാം ആകാം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം. അപ്പം ഇതാ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു ഡീപ്പ് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു നോളജ്, വിസ്ഡം, അതൊക്കെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാനൊരു ഹിന്ദു വേ ഓഫ് ലൈഫിലേക്ക് ഇറങ്ങിയോണ്ടാണ്. കാരണം നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരു 500-600 വർഷം, ഞാൻ 3,000-5,000 ഇയേഴ്സ് മുമ്പ് നമ്മുടെ അവർ എഴുതി വെച്ച ആ ഇൻഫർമേഷനാണ് നമ്മളിപ്പോൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നത്. അത് ഒരു ജനറേഷൻ അല്ലെങ്കിൽ അങ്ങനല്ല, അത് അന്ന് അവർ എഴുതി വെച്ചത് എന്നും ഏത് ജനറേഷനും 5000-10,000 വർഷം കഴിഞ്ഞാലും അത് അത്രയും ഡീപ്പായിട്ട്, തീർച്ചയായിട്ടും അത് നമുക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരാണ്. ഇപ്പം ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ സ്വത്താണ് എന്തൊക്കെയുണ്ട്. ആയുർവേദം, എന്താ വേദങ്ങൾ, പിന്നെ അതുകൂടാതെ മന്ത്രങ്ങൾ, പിന്നെ സോ മെനി തിങ്സ്. അപ്പം അതെല്ലാം നമ്മുടെ ഇറ്റ്സ് ഇൻ അവർ ബ്ലഡ്, തേടിപ്പോണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി നമ്മുടെ ഉള്ളിലുണ്ട്. അതെ, അത് നമ്മൾ മനസ്സിലാക്കി എടുക്കുക, അതിനെ നമ്മൾ ഇൻവോക്ക് ചെയ്യുക, ഉള്ളിലുള്ളതെല്ലാം പുറത്ത് കൊണ്ടുവരിക. നമ്മൾ പുറത്ത് തേടിപ്പോവും, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ആസ് എൻ ഇന്ത്യൻ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഈ എല്ലാ സ്വത്തുമായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. ഈ വിസ്ഡം എല്ലാം ഉണ്ട്, എവിടെ വേണമെങ്കിലും നമുക്കുണ്ട്, നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ യൂട്ടിലൈസ്, നമ്മളെല്ലാം ഒന്നും ഇങ്ങനെ എല്ലാം നമ്മളിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ അതൊന്നും ഉപയോഗിക്കുന്നില്ല. അതെ, കറക്റ്റ്. അത് ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് എന്നാണല്ലോ. അപ്പൊ നമ്മൾ സ്വയം നമ്മളോട് എംപവറിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. നല്ല നമ്മളെപ്പോഴും എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ആൻസർ കിട്ടും. പക്ഷേ ദൈവമേ എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് എല്ലാം ഹാപ്പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ കിട്ടും. അപ്പൊ എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. സോ ഗോ വിതിൻ എന്നാണ് ഞാൻ പഠിച്ച ഏറ്റവും വലിയ ലെസൺ. അപ്പോൾ നമ്മൾ ഈ ഇന്ത്യയിലെ എല്ലാ 150-ലധികം രാജ്യങ്ങളിൽ പോയപ്പോൾ ഇന്ത്യയിലേക്ക് തന്നെ വരാൻ ആഗ്രഹിച്ച ഒരാളാണ്. അപ്പോൾ ഇന്ത്യയിലെ ആ ഒരു എന്താ പറയുക, ഞാൻ കേട്ടിടത്തോളം നരേന്ദ്രമോദി എന്ന നമ്മുടെ പ്രധാനമന്ത്രി അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്താണ് നരേന്ദ്രമോദിയിൽ കണ്ട ഒരു പോസിറ്റീവ് വശം എന്താണ്? എല്ലാവരും ഇന്ന് നരേന്ദ്രമോദി ഇഷ്ടമുള്ളതെന്ന് എല്ലാവരും പറയും, ഒരു സംഖ്യ അങ്ങനെ പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് അദ്ദേഹത്തിന്റെ പോസിറ്റീവ് വശങ്ങൾ ആരും നോക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഭരണ മികവിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളൊന്നും ആരും നോക്കുന്നില്ല. എല്ലാവരും അടിച്ചമർത്തിയാണ്. ആ ഒരു ഹിന്ദുത്വം എന്നൊരു രീതിയിലാണ് അദ്ദേഹത്തെ എന്താ പറയുക, ഗോക്കളെ സംരക്ഷിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും വലിയ ജ്ഞാനമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് അദ്ദേഹത്തോട് എന്തുകൊണ്ടാണ് ഇത്ര ഇഷ്ടം തോന്നാനുള്ള കാരണം? സോ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പോലും എവിടെ ഞാൻ അതൊക്കെ ചോദിക്കും ഞാൻ എവിടെ, ബിക്കോസ് ചിലർക്ക് മനസ്സിൽ ഞാൻ ഒരു ഇന്ത്യൻ ആണെന്ന്. ബിക്കോസ് എന്നെ കണ്ടാൽ പറഞ്ഞാൽ ഒരു ഇന്ത്യനെ പോലെ അല്ല. പക്ഷേ എവിടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു എത്രയോ പേരുണ്ട്, യോ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്ന് എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ. അപ്പം തന്നെ അതുതന്നെ എനിക്കൊരു അഭിമാനമാണ്. അതുപോലെ നമ്മുടെ വേൾഡ് ലീഡേഴ്സ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് നരേന്ദ്രമോദിജിയെ പറ്റിയാണ്, ശരിയല്ലേ? അപ്പം അങ്ങനെ ഇവൻച്വലി ഇത് ഞാൻ പറഞ്ഞപ്പോൾ 10 years ടേം കഴിഞ്ഞിരിക്കുന്നു. 10 വർഷം നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ ഒരു ചേഞ്ചസ്, ആ ഒരു ഗ്രോത്ത്, ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പ്രൊഫഷനിൽ തന്നെ നമ്മൾ എന്താ പറയുക, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ലോവർ ലെവലിൽ നിന്നാണ്. ഞാൻ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലാണ് ഞാൻ റിസൈൻ ചെയ്യുമ്പോൾ ഇരുന്നിരുന്നത്. ബിക്കോസ് നമുക്ക് ആ ഒരു വിഷൻ ഉണ്ട്, അതായത് എനിക്ക് അവിടെ എത്തണം, 5 വർഷത്തിൽ ഞാൻ ഇന്ന ഒരു പൊസിഷനിൽ എത്തണം എന്ന് നമുക്കൊരു വിഷൻ എനിക്ക് എന്നും ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ നമ്മൾ വേൾഡ് ഇത് ലൈക്ക് ലീഡേഴ്സിനെ കണ്ട് നമ്മൾ പഠിക്കണം. നമ്മുടെ സീനിയേഴ്സ് അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യയിൽ മാത്രമല്ല നമ്മൾ എവിടെയാണെങ്കിലും വേൾഡ് ലീഡേഴ്സ് അവരെ കണ്ട് പഠിക്കണം. അപ്പം നരേന്ദ്രമോദിജി എനിക്ക് എന്നും ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഈ തന്നെ എത്രയോ അമ്പലങ്ങളിൽ പോകുന്നു, അതെല്ലാം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഐ വോണ്ട് ഗോ ബാക്ക് ദെയർ, എനിക്കും പോകണം അവിടെയൊക്കെ. അതുപോലെ മകരസംക്രാന്തിയുടെ അന്ന് മറ്റേ എന്താണ് പശുക്കൾക്ക് ഫീഡ്, അതാണ് അതിൻ്റെ രീതി. നമ്മൾ ആ ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഹാർവെസ്റ്റ്, അതായത് അവരെ റെസ്പെക്ട് ചെയ്യുക. അപ്പം ഇതെല്ലാം ഞാനും ചെയ്തു. ഇവിടെ അമ്പലത്തിൽ പോയി ഞാനും ഗോസേവ ചെയ്തു. അപ്പം ഞാൻ ആ ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അങ്ങനെ ഏത് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാറ്റഗറി എടുത്ത് നോക്കിയാലും ഹീസ് നമ്പർ 1 ഫോർ മീ. സോ ഹീസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് റോൾ മോഡൽസ് ഇൻ മൈ ലൈഫ്. അപ്പം അതുകൊണ്ട് നരേന്ദ്രമോദിജി എന്ന ഒരു വ്യക്തിയെ പറ്റി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ
ലൈക്ക് ഐ ഹാവ് സോ മെനി തിങ്സ് ടു സേ. എനിക്ക് വേർഡ്സ് കിട്ടുന്നില്ല. അത്രയ്ക്ക് റെസ്പെക്റ്റ് ആണ്, അത്രയ്ക്ക് ഇഷ്ടമാണ്. അല്ലെ എന്തിനു പറയുന്നു ഞാൻ ഇപ്പോൾ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് ഞാൻ യോഗയിൽ നിന്ന് ആദ്യം ഞാൻ മന്ത്രം പ്രാർത്ഥന കഴിഞ്ഞിട്ട് യോഗ അങ്ങനെയായിരുന്നു. ബട്ട് നോ, ഞാൻ റീസെന്റ് വായിച്ചു നരേന്ദ്രമോദി സ്റ്റാർട്ട്സ് 4 o'clock എണീറ്റ് ബ്രഹ്മമുഹൂർത്തം എഴുന്നേറ്റ് ഹി സ്റ്റാർട്ട്സ് ഡേ ബൈ ഡൂയിങ് യോഗ. സോ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ദ സെയിം. ഞാൻ ഫസ്റ്റ് ഞാൻ എഴുന്നേറ്റ് കുളിച്ച് ഞാൻ യോഗ ചെയ്താണ്, അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ മന്ത്രങ്ങൾ. അപ്പം ആ ഒരു ഇൻസ്പിറേഷൻ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ശേഷം എനിക്ക് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്കേ ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും എനിക്ക് നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ഒരു വ്യക്തി എൻ്റെ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. ഈസ് വൺ ഓഫ് മൈ ഗ്രേറ്റസ്റ്റ് റോൾ മോഡൽസ് ഇൻ ദ ഹോൾ വേൾഡ്. അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞു, ഇത് എനിക്കെന്നല്ല, ഈ ലോകത്ത് എവിടെ പോയാലും നമ്മളിപ്പോ ഇന്നൊരു ഇന്ത്യൻ എന്ന് പറയുമ്പോൾ അവർ ഫസ്റ്റ് പറയുന്നത് ഓ യുവർ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. അത് മതി, എനിക്കത് മതി, അതാണ് എൻ്റെ അഭിമാനം. പിന്നെ കേട്ട് അങ്ങനെ ഇത്രയും 150 രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചപ്പോ എന്തായാലും അറിയാലോ, എല്ലാവരുടെയും ആയിട്ട് ഉന്നത പദവിയിലൊക്കെ ഇരുന്ന ആളായതുകൊണ്ട് എല്ലാവരുമായിട്ട് ഉന്നതന്മാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യും. എന്തായാലും ഭാരതത്തെ കുറിച്ച് പറയുമ്പോൾ നരേന്ദ്രമോദി എന്ന അദ്ദേഹത്തെ കുറിച്ചൊക്കെ അവർ സംസാരിക്കാറുണ്ടോ? മറ്റ് രാഷ്ട്രങ്ങളിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ ലൈക്ക് എന്നോട് സംസാരിക്കല്ല, പക്ഷെ അവർ നമ്മൾ സംസാരിക്കാതിരിക്കാം. ബിക്കോസ് വേൾഡ് ലീഡേഴ്സ് ഇപ്പം എല്ലാ വർഷം UN മീറ്റിന് എല്ലാ വേൾഡ് ലീഡേഴ്സും വാഷിങ്ടൺ അല്ലെങ്കിൽ ന്യൂയോർക്ക് അവിടെയാണ് അവർ പോകുന്നത്. ഞാൻ സ്ഥിരം പോകുമായിരുന്നു നമ്മുടെ കിങ് ഓഫ് ഖത്തറിന്റെ കൂടെ. അപ്പം അങ്ങനെ പോകുമ്പോഴത്തേക്ക് എല്ലാവരും വരും. അപ്പം അവർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ നരേന്ദ്രമോദി എന്നൊരു പേര് ഏത് ഡിസ്കഷനിലും ഉള്ള ഒരു പേരാണ്. വേറെ നമ്മൾ പേര് കേട്ടില്ല, ഈ പേര് 100% ഉണ്ടായിരിക്കും. അപ്പൊ അത്രയും ഒരു ഇമ്പാക്റ്റ് ആണ് വേൾഡിൽ ആസ് എ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ഒരു ലീഡറായിട്ട് പുള്ളി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ എന്താ പറയുന്നത്, എനിക്കിപ്പം എനിക്ക് എന്തെങ്കിലും നരേന്ദ്രമോദി ഒന്ന് കാണണം അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കണം, ഞാൻ ആ ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഐ എം സോ വെയിറ്റിംഗ് ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഐ വിൽ ഗെറ്റ് ദാറ്റ് ഡേ. 100% എനിക്ക് കിട്ടും, ഞാൻ ശരിക്കും ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇലക്ഷനൊക്കെ വരുമ്പോൾ ഉറപ്പായാലും കേരളത്തിൽ വരും, അല്ലെങ്കിൽ എവിടെയാലും എല്ലാവരോടും. ഇപ്പം നമ്മുടെ സുരേഷേട്ടന്റെ മകളുടെ കല്യാണത്തിനൊക്കെ വന്നിട്ട് ഒരു അച്ഛനും പോലെ എന്നിട്ടാണ് അദ്ദേഹം എല്ലാം ചെയ്തത്. അപ്പോൾ ഒരു പ്രധാനമന്ത്രിയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഒരു പ്രൈവറ്റ് ചടങ്ങിലൊക്കെ പങ്കെടുത്തത്. അപ്പോൾ ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഏതായാലും നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി ഇത്രത്തോളം ഇഷ്ടമുള്ള ഒരാളെന്ന നിലയിൽ ഇനി രാഷ്ട്രീയത്തിലേക്ക് അടുത്തുണ്ടോ? രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പ്ലാൻ ഉണ്ടോ? രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ടീമിൽ ഒരു ഭാഗമാകാൻ എനിക്കൊരു അവസരം കിട്ടിയാൽ 100% ഞാൻ നോ പറയത്തില്ല. ഇപ്പൊ തന്നെ എടുത്തു നോക്കും നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാറാം മാം. ബിഫോർ ഷി വാസ് എ ഡിഫൻസ് മിനിസ്റ്റർ, അതായത് ഏക വനിത, ഡിഫൻസ് ഭരിക്കുന്ന ഒരു വനിത. ആ പവർ മാഡത്തിന്റെ ഓരോ ഇന്റർവ്യൂസ് ഞാൻ കാണും. ഈവൻ നിർമ്മല സീതാറാം മാം എൻ്റെ ഭയങ്കര another പവർഫുൾ വുമൻ റോൾ മോഡൽ. എനിക്ക് അതുപോലെ ഞാൻ ഇങ്ങനെ എന്താ പറയുന്ന ആ ഏതൊരു ഇഷ്യൂ നമ്മൾ കൊടുത്താലും അത് ഫേസ് ചെയ്യുന്നത് ആ ഒരു ബോൾഡ്നെസ്, ആ ഒരു സ്ട്രെങ്ത്, അത് മാത്രമല്ല ഗ്രേസ് ഉണ്ട് അതിൻ്റെ കൂടെ. ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ ഒരു ഗ്രേസ് ഉണ്ട്. അതല്ലാതെ മറ്റേ ഭയങ്കര മോശമുണ്ടല്ലോ, ബട്ട് എന്ത് പറഞ്ഞാലും ആ കറക്റ്റ് ആപ്പ് ടു ദ പോയിന്റ് ആണ് ആൻസർ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. അപ്പൊ അതുപോലെ നരേന്ദ്രമോദിജിയുടെ ടീമിൽ ഒരു മെമ്പർ ആകാൻ അല്ലെങ്കിൽ ഒരു ടീം മെമ്പർ ആകാൻ എനിക്കൊരു അവസരം 100% ഞാൻ ഒരിക്കലും നോ പറയത്തില്ല. ബിക്കോസ് എനിക്ക് ആ പുള്ളിയുടെ അത്രയും ക്ലോസ്ലി എനിക്ക് വർക്ക് ചെയ്യാനും എന്താ പറയുന്ന ഒരു ഭാഗമാകാനൊക്കെ പറ്റുന്ന എനിക്ക് ഐ വിൽ ഡെഫിനറ്റ്ലി കൺസിഡർ. കേരളത്തിൽ ഇതൊക്കെ കേട്ട് നമ്മുടെ ഈ കേരളത്തിലുള്ള ഭരണപക്ഷത്ത് ഇരിക്കുന്ന നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഭരണപക്ഷത്തിലുള്ള BJP ഇവിടെ ഒരു ടിക്കറ്റ് തരുവാണെങ്കിൽ ഉറപ്പായിട്ടും മത്സരിക്കൂ? ഞാനൊരു പാർട്ടി എന്താ പറയുന്ന ഒരു പ്രിഫർ ചെയ്യുന്നില്ല. നരേന്ദ്രമോദിജി ഏത് പാർട്ടിയിലാണോ അവിടെ ഞാനുണ്ടാവും. അതെ, ബിക്കോസ് ഐ ഫോളോ ലീഡർ, ഐ ഡോണ്ട് ഫോളോ എ പാർട്ടി. പാർട്ടിയല്ല, ആ ഒരു വ്യക്തിയാണ്. കറക്റ്റ്. ആ വ്യക്തി എവിടെ ഇരുന്ന് എന്ത് ചെയ്യുന്നു, അല്ലെ ഒരു പാർട്ടി പ്രവർത്തകനായിട്ട് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ആ പാർട്ടിയിലുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ അതിനൊരു ഭാഗമാവും. സോ പുള്ളി അദ്ദേഹം എവിടെ പോകുന്നു അതിന്റെ കൂടെ ഞാനും പോകും, അത്രയേ ഉള്ളൂ. അപ്പം അതെ, അപ്പൊ അതുകൊണ്ട് ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ wherever he is, I would love to be there. അല്ലാതെ പാർട്ടിപരമായിട്ടുള്ള എന്താ പറയാ, നമ്മളിപ്പോ ഒരു
പാർട്ടിയിലേക്ക് മത്സരിക്കുമ്പോൾ എത്ര നല്ല വ്യക്തിയാണെങ്കിൽ കൂടി എന്താ പറയുക ആ ഒരു പാർട്ടിയിലേക്ക് വരുവാണെങ്കിൽ സംഘി എന്നൊരു പേരുണ്ടാവും. എന്താ പറയുക ഭയങ്കരമായിട്ടൊരു നെഗറ്റീവായിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പാർട്ടി അല്ല ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ആ ഒരു നേതാവിനെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് പറയാനുണ്ടായ ഒരു കാരണം അതായിരിക്കും. അതെ അതെ തീർച്ചയായും. ഇപ്പൊ നമ്മളിപ്പം ഏതൊരു ന്യൂസും ഒരു നെഗറ്റീവ് ന്യൂസാണ് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ന്യൂസിനേക്കാളും. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഖ്യ അല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് അതിനെ എന്താ പറയുന്നത് മോശമാക്കി കാണിക്കുമ്പോഴേ ആ പറയുന്ന ആള് ഒരു ന്യൂസിലേക്ക് വരുള്ളൂ. അപ്പൊ എയിം എന്ന് പറയുന്നത് പാർട്ടി അല്ലെങ്കിൽ എന്തിനും തെറ്റ് പറയുന്നല്ല, ആ ആൾക്കൊരു എന്താ പറയുക ഒരു ലൈം ലൈറ്റ് കിട്ടാൻ വേണ്ടി അത് ഓരോരോ ടോപ്പിക് എടുത്ത് പറയുന്നതേ ഉള്ളൂ. ബട്ട് ഐ ബിലീവ് wherever നരേന്ദ്ര മോദിജി ഈസ് I'll be there. ഇപ്പൊ നിർമ്മല സീതാറാം മാം അങ്ങനത്തെ പവർഫുൾ അങ്ങനത്തെ ഒരു ടീമിന്റെ ഒരു മെമ്പർ ആകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിന് ഭാഗ്യം ചെയ്യണം 100%. അപ്പം എന്തായാലും അങ്ങനെ ഒരു അവസരം കിട്ടാൻ I will 100% consider. അപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങനെ നമുക്ക് കാണാൻ പറ്റട്ടെ, ഇനി ആ മേഖലയിലൊക്കെ കൂടി കാണാൻ പറ്റട്ടെ. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഒരുപാട് എല്ലാ മന്ത്രങ്ങളും ഒക്കെ വായിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടാവുമല്ലോ. എനിക്ക് ഭഗവത്ഗീത എന്നെ ഭയങ്കര ഒരു ഡീപ്പ് ഒരു ടീച്ചിങ് ആണ്. അപ്പം ഞാൻ ഭഗവത്ഗീത ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ബുക്കാണെന്നല്ല കരുതിയത്. പക്ഷെ അങ്ങനെയല്ല. ഓരോ പേജിലും അതിൻ്റെതായ എന്താ പറയുന്ന മീനിങ്സ്, അതിൻ്റെതായ ടീച്ചിങ്സ് എന്ന് പറയുന്നത് വളരെ ഇൻഡെപ്ത് ഉള്ളതാണ്. അപ്പൊ നമ്മളത് ചുമ്മാ ഒരു ബുക്കായിട്ട് വായിച്ച് നമ്മൾ തീർക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓരോ പേജും എന്താ അത്രയും ഫോക്കസോടെയും കോൺസെൻട്രേഷനോടെയും വായിച്ച് എനിക്ക് അത് അതിന്റെ അർത്ഥങ്ങളും അതിന്റെ ടീച്ചിങ്സും എന്റെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, അത് അപ്ലൈ ചെയ്യണം എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഭഗവത്ഗീത കംപ്ലീറ്റ്ലി വായിച്ചില്ല, ഡെഫിനറ്റ്ലി ഞാൻ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സംസ്കൃതം പഠിക്കാനുള്ള ഇതിലാണ്. ബിക്കോസ് ഈ മന്ത്രങ്ങളുടെ ഉച്ചാരണവും പിന്നെ അതുപോലെ തന്നെ അർത്ഥങ്ങളെല്ലാം കുറച്ചുകൂടി എനിക്ക് എല്ലാം ഡീപ്പായിട്ടും അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ ഞാനിപ്പം സംസ്കൃതം പഠിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പൊ അതിനുള്ള ടീച്ചേഴ്സിനെയൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഓൾമോസ്റ്റ് ദെയർ. അതെന്തായാലും അടുത്തേക്കും ഉണ്ടാകും. സംസ്കൃതമൊക്കെ എന്താ പറയുക പുതുതലമുറക്ക് ഒരു റോൾ മോഡൽ തന്നെയാണ് താരാ മാം എന്ന് പറയുന്നത്. അത്രത്തോളം ഒരു എല്ലാം നമുക്ക് എല്ലാം ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളെല്ലാം ഒരു മേഖലയിലേക്കും പോകുന്നില്ല, ഒന്നിൽ മാത്രം ചുരുങ്ങി നിൽക്കുക എല്ലാവരും. അങ്ങനെയാണ് ഇപ്പൊ സ്കൂളുകളിലായാലും ഇപ്പൊ സംസ്കൃതമൊക്കെ ആരും അത് ചൂസ് ചെയ്യില്ല, മലയാളം അല്ലെ ഹിന്ദി, അങ്ങനെ മാത്രമേ ആൾക്കാർ കുട്ടികളായാലും ചൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ ഒരു നല്ല കാര്യം തന്നെ നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നത്. അപ്പോൾ ഈ അടുത്ത് ഭയങ്കര വിവാദമായിട്ടുള്ളതാണ് രാമക്ഷേത്ര നിർമ്മാണമൊക്കെ. അപ്പൊ രാമക്ഷേത്രത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അത് അടുത്തുണ്ടാവോ, എന്താണ് അതിനെ കുറിച്ചൊന്ന് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ അയോധ്യയിലെ ശ്രീരാമന്റെ അമ്പലം അല്ലെങ്കിൽ ആ ഒരു ടെമ്പിളിന്റെ എന്താണ് റീക്രിയേഷന്റെ ഒരു വർഷങ്ങളോളം അതിന്റെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതിന്റെ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങും ഞാൻ എന്താ പറയുക എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിരുന്നു. അപ്പം ഈ നമ്മുടെ ടെമ്പിൾ ഓപ്പൺ ചെയ്യുന്ന ആ ദിവസം ഞാൻ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ട്രസ്റ്റ് മീ, എനിക്ക് ഇവിടെ ഇരുന്ന് വീട്ടിലിരുന്ന് കണ്ട് എനിക്ക് അത്രയും രോമാഞ്ചം അത്രയും ഞാൻ ആക്ച്വലി കരഞ്ഞു, എൻ്റെ കണ്ണ് നിറഞ്ഞു. ആ ഒരു മൊമെന്റ് ആ രാംലല്ലെ നമ്മുടെ വേൾഡിലേക്ക് റിവീൽ ചെയ്ത് പുനഃപ്രതിഷ്ഠ ചെയ്ത ആ മൊമെന്റ് എനിക്ക് ഭയങ്കര എന്താ പറയുക മീനിങ് ആയിരുന്നു. ഞാൻ ഒരിക്കലും ലൈഫിൽ മറക്കത്തില്ല. ബിക്കോസ് അത്ര ഇതാണ്. അപ്പം നമ്മുടെ രാമൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്ന ഒരു വികാരം എന്താ പറയുക ഒരു ഇമോഷൻ ലൈക്ക് അത് നമുക്ക് പറഞ്ഞു പറ്റില്ല. അത് ഇറ്റ്സ് ലൈക്ക് ഡിഫറെന്റ് പവറാണ്, ഒരു എനർജിയാണ്. അപ്പൊ അതിനെ ഒരിക്കലും നമ്മൾ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു മതമായിട്ട് ഒരിക്കലും നമ്മൾ അതിനെ കമ്പയർ ചെയ്യോ അല്ലെങ്കിൽ അതിനെ ഒരുമിക്കാനോ പാടില്ല. ശ്രീരാമൻ എന്ന് പറയുന്ന ആ ഒരു മഹത്തായ ഒരു ഭഗവാന്റെ ഇരിക്കുന്ന ആ ഒരു എന്താ പറയുന്ന ഒരു പവറിനെ നമ്മൾ ഒരു മതത്തിലേക്ക് അത് ഭയങ്കര ലോ ലെവലാണ്. മതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഒരു ഇമേജ് കൊടുക്കുന്ന ഭയങ്കര ലോ ലെവൽ, അത്രയും താഴാൻ പാടില്ല. നമ്മൾ അഭിമാനിക്കണം. ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആയിരുന്നു, ഒരു ഹിസ്റ്റോറിക്കൽ ഡേ ആയിരുന്നു ലോകത്ത്. എല്ലാവരും ഈവൻ ഞാൻ വായിച്ചു ലൈക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് തൊട്ട് ഈവൻ അവര് പോലും ലൈവായിട്ട് കണ്ട ഒരു ഇവന്റ് ആണ്. അപ്പൊ അത്രയും ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് ലോകം മൊത്തം നമ്മൾ ഇതാകുമ്പോഴത്തേക്കും നമ്മൾ അതിനെ അഭിമാനം കൊള്ളണം. അതിന് ഒരിക്കലും അതിനെ ഒരു നെഗറ്റീവായിട്ട് കാണാനും ഒന്നും പാടില്ല. ഓഫ് കോഴ്സ് ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ ഇപ്പം കഴിഞ്ഞ ഒരു മാസം നവംബറിൽ
ഞാൻ ഇതുപോലെ തമിഴ്നാട് തിരുവണ്ണാമലൈ, പിന്നെ അതുകൂടാതെ ആന്ധ്രയിലെ തിരുപ്പതി, ശ്രീകാളഹസ്തി, തിരുവാരംഗം, ആദ്യ തിരുവാരംഗം, പിന്നെ കാഞ്ചീപുരം, തിരുനെല്ലാർ, അവിടെ എല്ലാം ഞാൻ ഓരോ അമ്പലത്തിലും പോയി പോയിട്ട് ഞാൻ വന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അമ്പലത്തിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു നരേന്ദ്രമോദിജി പോയ അമ്പലങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചാൽ എനിക്ക് അവിടെയൊക്കെ പോകണം. അത് തീർച്ചയായിട്ടും ഓഫ് കോഴ്സ്. അപ്പോൾ അതുപോലെ രാം മന്ദിർ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡ്രീമാണ്. എനിക്ക് അവിടെ പോകണം. അതായത് ഭഗവാന്റെ വീടാണത്, ഭവനമാണ്. അവിടെ പോയിട്ട് എനിക്കിരിക്കണം, അവിടുത്തെ അന്നദാനം കഴിക്കണം. ഇതൊക്കെയാണ് എൻ്റെ ഡ്രീം. കാരണം ഇതിരിക്കലാണ് നമ്മൾ ഹമ്പിളാണ്, നമ്മൾ ഹമ്പിൾ ആവുകയാണ് അവിടെ. നമ്മൾ എന്താണ് വലിയ എന്തോ ആണ് എന്നതല്ല, നമ്മൾ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ സറണ്ടർ ചെയ്യാണ്. അത് ഭഗവാന്റെ ഭവനത്തിലാവുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇച്ചിരി കൊടുത്താൽ ഭഗവാൻ നിറച്ചു തരും, കൈ നിറച്ചു തരും. അപ്പൊ അത് ഇച്ചിരി എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ എനിക്ക് ഡെഫിനറ്റ്ലി കൊടുക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ കഴിഞ്ഞ ആഴ്ച ആക്ച്വലി ഇവിടെ പോയിരുന്നു, തിരുച്ചെന്തൂർ മുരുകന്റെ അമ്പലത്തില്. അപ്പൊ അവിടേക്ക് ഭയങ്കര, അതായത് അതിന്റെ ഓരോ അമ്പലത്തെ പറ്റി നമ്മൾ പഠിക്കണം. ഓരോ അമ്പലത്തിനും, തിരുച്ചെന്തൂർ മുരുകന്റെ അമ്പലം എന്ന് പറഞ്ഞാൽ വാസ്തു അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റ് പ്ലേസ് ആണ്. അതായത് കടലും ലാൻഡും മൗണ്ടനും ഒരുമിച്ച് വരുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മൾ അമ്പലത്തിൽ പോയി മുരുകനെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ആ ഒരു ഐശ്വര്യം നമ്മൾ കിട്ടിയിട്ട് എത്രയും മണിക്കൂർ നമ്മൾ ആ സ്ഥലത്ത് സ്പെൻഡ് ചെയ്യുന്നു, അത്രയും നമ്മുടെ ബോഡിയും മൈൻഡും നമ്മൾ റീചാർജ് ചെയ്യണം. അതുപോലെ ഞാൻ കാഞ്ചീപുരത്ത് പോയപ്പോൾ കാഞ്ചി കാമാക്ഷി അമ്മന്റെ ടെമ്പിൾ തൊട്ട് ഏകംബരേശ്വർ, അങ്ങനെ അവർ 3000 years 3500 years ഓൾഡ് ടെമ്പിൾസ് ആണ്. അത്രയും മന്ത്രങ്ങൾ ആ വാൾസിൽ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമ്മുടെ ഫോൺ റീചാർജ് പ്ലഗ് ചെയ്യുന്ന പോലെ നമ്മുടെ ബോഡിയിലെ എല്ലാ സെൽസ് തൊട്ട് നമ്മുടെ ബ്ലഡ് തൊട്ട് നമ്മുടെ ഹെയർ വരെ, നഖം വരെ അവിടെ റീചാർജ് ആകാണ്. അപ്പോൾ ആ ഒരു മൊമെന്റ് നമുക്ക് അത്യാവശ്യമാണ്. നമ്മൾ ജീവിതത്തിൽ നമ്മൾ ജനിക്കുന്നു, പഠിക്കുന്നു, ജോലി ചെയ്യുന്നു, വീട് വാങ്ങുന്നു, ലോൺ അടയ്ക്കുന്നു, വണ്ടി ഓടിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, മരിക്കുന്നു. ഇതല്ല ഇതിനപ്പുറവും നമ്മൾ മനുഷ്യരൊരു മൾട്ടി ഡയമെൻഷണൽ ബീയിങ്സ് ആണ് നമ്മൾ. അതൊക്കെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ നമുക്കാണ് ഗുണം. അതെ. അപ്പൊ നമ്മളത് മനസ്സിലാക്കി നമ്മളത് ചെയ്താൽ നമുക്ക് ഗുണം. അപ്പൊ അതുപോലെ നമ്മൾ ലൈഫിൽ ഇവോൾവ് ചെയ്യണം. ഹ്യൂമൻ എവല്യൂഷൻ എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അത് ഇവോൾവ്മെന്റ് ആണ്. അത് മെന്റലി, ഇമോഷണലി, ഫിസിക്കലി, സ്പിരിച്വലി നമ്മൾ ഇവോൾവ് ചെയ്യണം. അതാണ് മനുഷ്യന്റെ ആക്ച്വൽ ട്രൂത്ത്. അപ്പൊ ആ ലൈഫ് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ലീഡ് ചെയ്താൽ ആക്ച്വലി ഞാൻ പറയുന്നത് ലോകത്തുള്ള എല്ലാവർക്കും ഭയങ്കര ഒരു നല്ല ജീവിതം നയിക്കാൻ പറ്റും. അമ്പലങ്ങളെ കുറിച്ച് ഇപ്പൊ പറഞ്ഞല്ലോ. അപ്പൊ അമ്പലങ്ങളിൽ ഏറ്റവും അങ്ങനെ ഇഷ്ടപ്പെട്ടതല്ല, പോയതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു അമ്പലമുണ്ടോ? ഏതെങ്കിലും അമ്പലത്തിന്റെ ഒരു പ്രത്യേകതയൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ സൂക്ഷിച്ചു വെച്ച ഏതെങ്കിലും അമ്പലങ്ങൾ? തീർച്ചയായിട്ടും ഞാൻ എല്ലാ വർഷവും ഞാൻ പോകുന്ന ഒരു അമ്പലമുണ്ട്, തിരുവണ്ണാമല എന്ന് പറയുന്ന അവിടുത്തെ ശിവന്റെ ഏറ്റവും അരുണാചലേശ്വര ടെമ്പിൾ. അവിടെ നിന്ന് തന്നെ ശിവന്റെ പഞ്ചലിംഗത്തിൽ അഗ്നിലിംഗമാണ് അവിടെ ഇരിക്കുന്നത് തിരുവണ്ണാമലയിലെ. അപ്പൊ അവിടെ തിരുവണ്ണാമലയിൽ ഒരു മലയുണ്ട്, തിരുവണ്ണാമല. ആ മലയ്ക്ക് ചുറ്റുമാണ് ഈ സിറ്റി ഇങ്ങനെ ഇവര് ആക്ച്വലി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആൾക്കാർ പറയുന്നത് ശിവൻ അവിടെയാണ് ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ബാക്കി കാശിലൊക്കെ പുള്ളി വിസിറ്റ് ചെയ്യാന്നാ പറയുന്നത്. പോയിട്ട് തിരിച്ച് തിരുവണ്ണാമലയിലാണ് വന്നിരിക്കുന്നത് പറയുന്നത്. പുള്ളി ശരിക്കും എനർജി എക്സിസ്റ്റ്. അപ്പം അരുണാചലം എന്ന് പറയുന്ന അവിടെ പോകുമ്പോൾ നമ്മൾ ആ മല കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് നമ്മൾ ആ മല ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് സത്യം ഒന്ന് നമ്മുടെ കണ്ണ് നിറയും, അല്ലെങ്കിൽ നമുക്ക് രോമാഞ്ചം വരും. ഇത് വരാത്ത ഒരൊറ്റ മനുഷ്യർ പോലും ഈ ലോകത്തുണ്ടാകുന്ന എനിക്ക് അവിടെ പോയിട്ടുണ്ട്. ഈവൻ സ്റ്റീവ് ജോബ്സ് ടു ജെഫ് ബീസോസ്, മറ്റേ മാർക്ക് സക്കർബർഗ് ഫേസ്ബുക്ക്, അവരെല്ലാം തിരുവണ്ണാമലയിൽ പോയിട്ടാണ് അവരുടെ ജീവിതം മാറിയത്. അത്ര പവറാണ്. അപ്പൊ അതിനൊരു ചൊല്ലുണ്ട്, യു കനോട്ട് ചൂസ് തിരുവണ്ണാമല, തിരു ഹാസ് ടു ചൂസ് യു. അതായത് ഞാൻ അവിടെ പോകുമ്പം എത്രയോ ഫോറിനേഴ്സിനെ ഞാൻ പരിചയപ്പെടും. ബിക്കോസ് എവറി ഇയർ ഞാൻ അവിടെ പോകും. ശ്രീ രമണ മഹർഷിയുടെ ആശ്രമത്തിലാണ് ഒരു മാസം ഞാൻ അവിടെ പോയി നിൽക്കും. അപ്പൊ അവിടെ പോകുമ്പോൾ നാം പല ലൈക്ക് കൺട്രീസിലുള്ള ആൾക്കാർ വിസിറ്റ് ചെയ്യും. അതിലൊരു റഷ്യൻ ലേഡിയോട് പറഞ്ഞു 19 വർഷമായിട്ട് അവർ തിരുവണ്ണാമലയിൽ വരാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ 19ാമത്തെ വർഷം അവരവിടെ എത്തിപ്പറ്റി. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ പോലും അറിഞ്ഞത് 2 വർഷം മുമ്പാണ് ഇങ്ങനെ ഒരു നിങ്ങളിങ്ങനെ. അപ്പൊ അതാണ് നമ്മള് ചില കാര്യങ്ങൾ നമ്മളെ കോളിംഗ് ആണ്, നമ്മളെ അവിടെ വരുത്തും. നമുക്കായിട്ട് പോകാൻ പറ്റില്ല. അതെ അവര് വിളിക്കണം നമ്മളെ, എന്നാൽ മാത്രമേ. അതുപോലെ തിരുപ്പതി പറയുന്ന, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് പോയത്. എല്ലാവരും പറയും തിരുപ്പതി പോകണമെന്നു, അതാണ് ഇതാണ്. പക്ഷേ ഞാൻ പറയുന്നു, തിരുപ്പതി എന്ന് പറയുന്ന ആ ഭഗവാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കതിൽ എന്താണ്, പക്ഷേ ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല.
ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രതിഷ്ഠയിൽ നിന്ന് വരുന്ന ഒരു എനർജി അത് നമുക്ക് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ആൾക്കാരെ പറഞ്ഞു വിടുന്നത്. ബിക്കോസ് അത്രയും പവറാണ് അത് എമിറ്റ് ചെയ്യുന്നത്. യുനോ അത് എന്താണെന്ന് ഞാൻ അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് പറഞ്ഞു, ഭൂമിയിലുള്ള ഒരു കല്ലല്ല അത് ഔട്ടർ സ്പേസിൽ നിന്ന് വന്നതാണ്. കാരണം അതല്ലാതെ ഇതുവരെ അതേപോലൊരു സിമിലർ കല്ല് ഭൂമിയിൽ ഇതുവരെ ഒരു സയന്റിസ്റ്റുകൾക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതായത് റഷ്യയിൽ നിന്നും UK നിന്നും US നിന്നൊക്കെ പല സയന്റിസ്റ്റ് വന്നിട്ട് റിസർച്ച് ചെയ്ത ഒരു ഇതാണ് ആ വിഷ്ണു, തിരുപ്പതി ബാലാജി എന്ന് പറയുന്ന ആ വിഷ്ണു ഭഗവാന്റെ ആ ഒരു പ്രതിമ. അപ്പൊ ആ കല്ലെന്ന് പറയുന്നത് എനിക്ക് ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ. ഞാനവിടെ നിന്നപ്പോഴത്തേക്കും അത്രയും പവർഫുൾ എനർജിയാണ് എൻ്റെ ബോഡിയിലേക്ക് വന്നത്. യുനോ അപ്പൊ അതുകൊണ്ട് തിരുപ്പതി എന്ന് പറയുന്നത് ചുമ്മാ പറയുന്നല്ല, അതിന് ശരിക്കും ഒരു പവർ ഉണ്ട്. ലൈക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു പവർ പറയുമ്പോ തന്നെ ഞാനും തിരുപ്പതി എനിക്കും ഒരു രോമാഞ്ചം. അതാണ്. അപ്പം ഇതിന്റെയൊക്കെ പുറകിൽ സയൻസ് ആണ്. യുനോ നമ്മൾ ചുമ്മാതെ ഒരു പ്രതിമയെ പോയി, ഇതിൽ ഒരു സയൻസ് ആണ്. അവിടെ ഇരിക്കുന്ന ഓരോ മന്ത്രങ്ങളും ഞാൻ വർഷങ്ങളായിട്ട് ആ ഓരോ വാൾസിന്റെ ഓരോ കല്ലിലും ആ മന്ത്രങ്ങൾ പതിഞ്ഞിരിക്കുകയാണ്. യുനോ ആ എനർജി, ആ വൈബ്രേഷൻ, ആ ഫ്രീക്വൻസിയാണ് നമുക്ക് ആവശ്യം. നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നു, അതൊക്കെ, പക്ഷെ അതുകൂടെ ഇതും വേണം. ഇതും നമ്മുടെ മൈൻഡ്, നമ്മുടെ ബോഡിയുടെ ഭക്ഷണമാണ്. അത് നമ്മൾ കൊടുക്കണം. റെഗുലർലി കൊടുത്താൽ നമുക്ക് അത്രയും നല്ലത്. അപ്പൊ ഇത് നമ്മളൊക്കെ ഇപ്പൊ സാധാരണയായിട്ട് പോകുമ്പോൾ നമുക്ക് ഇത്രയും ഒരു ഇത് ഫീൽ ചെയ്യില്ല. കാരണം നമ്മൾ ശരീരം നമ്മൾ അങ്ങനെ വെജിറ്റേറിയൻ, അതിൽ നമ്മൾ ഒന്ന് ആത്മീയമായിട്ട് നമ്മൾ യോഗ ചെയ്യുന്നില്ല, മെഡിറ്റേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ മെഡിറ്റേറ്റ് ഒക്കെ ചെയ്തു പോകുമ്പോൾ പ്രത്യേകമായിട്ടൊരു എന്താ പറയുക, കൂടുതലൊരു നമുക്ക് ദൈവമായിട്ട് അത്രയും അടുത്ത് നിൽക്കാനായിട്ട് പറ്റുമോ? നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ പോകുന്നത് പോലെയാണോ ഇപ്പോ താര മാമിനെ പോലുള്ള ഇത്രയും നല്ല ഒരു സർവജ്ഞയായിട്ടുള്ള ഒരാൾ പോകുമ്പോ എങ്ങനെയായിരിക്കും അത്? അല്ലെ, ഞാനിതൊക്കെ മനസ്സിലാക്കിയോണ്ടാണ് എനിക്ക് അങ്ങനെ മുന്നേ പോയിട്ടുണ്ടല്ലോ, അതും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം ഭയങ്കര വ്യത്യാസമാണ്. ഞാൻ ചെറുപ്പത്തിലേക്ക് ഞാൻ തിരുവനന്തപുരത്താണ് കുറെ വർഷം ഞാൻ ജീവിച്ചത്. അവിടെയൊക്കെ അമ്പലങ്ങളിൽ ഉദയനൂർ അമ്പലം, ആറ്റുകാലമ്മ, എല്ലായിടത്തും ഞാൻ പോയിരുന്നു. പക്ഷേ ഞാനിങ്ങനെ ഒരു ചൊല്ലുണ്ട്, മങ്കി സീ മങ്കി ഡു. ആൾക്കാർ എന്ത് ചെയ്യുന്നു അതുപോലെ നമ്മളൊക്കെ ചെയ്യും, പക്ഷെ ഒന്നും അറിഞ്ഞല്ല ചെയ്തത്. വെറുതെ അമ്പലത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കും, അതായത് പരീക്ഷയ്ക്ക് ജയിക്കണേ അമ്മേ, എനിക്ക് മാർക്ക് കിട്ടണേ, അല്ലെങ്കിൽ ഞാൻ തോക്കരുത്, എനിക്ക് ബുദ്ധി തരണേ, ഓർമ്മ തരണേ എന്ന് പ്രാർത്ഥിച്ച് അത്രേ ഉള്ളൂ. അതിൽ അപ്പുറം ഒന്നുമില്ല. അല്ലെങ്കിൽ എൻ്റെ മമ്മിയും ഡാഡിയുടെ മൂവി റിലീസ് ചെയ്യുമ്പോൾ അത് സക്സസ്ഫുൾ ആവണേ, അങ്ങനെയൊക്കെ ലൈക്ക് ബേസിക് സംഭവങ്ങൾ. പക്ഷെ ഇന്ന് ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് ഒന്നും ചോദിക്കാനില്ല. എനിക്ക് ആ ഭഗവാന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യണം. അതായത് എല്ലാം ഞാൻ അവിടെ വെക്കുകയാണ്. എനിക്കൊന്നും വേണ്ട, എനിക്ക് ആ മൊമെന്റ് മാത്രം മതി. അത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം 24 മണിക്കൂറിൽ ചിലരോ എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ സമയമില്ല, അതില്ല ഇതില്ല, എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന സമയമുണ്ട്. നമ്മൾ എപ്പോഴും ആലോചിക്കണം, ഇതെല്ലാം ചെയ്താൽ നമുക്കാണ് ഗുണം, മറ്റുള്ളവർക്ക് ഒരു ഗുണമില്ല. അപ്പം സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ ഇരുന്ന് എന്താണ് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഐബ്രോസ് പ്ലക്ക് ചെയ്യുന്നതോ ലിപ്സ്റ്റിക് ഇടുന്നതോ അല്ല സെൽഫ് ലവ്. നമ്മുടെ മൈൻഡ്, ബോഡി, സ്പിരിറ്റ് അത് ബാലൻസ് ചെയ്യാൻ നമ്മൾ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നോ അതാണ് സെൽഫ് ലവ്. അതെ, ശരീരം നമ്മൾ എന്താണോ, നമ്മൾ പെർഫെക്റ്റ് അല്ല, ഓക്കെ, സോ വാട്ട്, അതിനെ സ്നേഹിക്കുക. ഇപ്പൊ നമ്മൾ മെലിഞ്ഞതാണെങ്കിലും തടിച്ചതാണെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും നമ്മൾ എന്താണോ അതിനെ സ്നേഹിക്കുക. നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിൽ കുറ്റം പറഞ്ഞാൽ നമ്മൾ ആ എനർജിയാണ് എമിറ്റ് ചെയ്യുന്നത്. അപ്പൊ മറ്റുള്ളവരും അത് തന്നെ സ്വീകരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ അതിനെ നമ്മൾ സ്നേഹിക്കുക. കാരണം ദൈവം നമ്മൾ എങ്ങനെയാണോ അവരെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, അല്ലെ? ദൈവത്തിന് നമ്മൾ ആരാണെന്ന് അറിയേണ്ടത്. ദൈവം സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു പവറാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പൊ ആ ദൈവത്തിന് മുന്നിൽ നമ്മൾ സ്വയം സ്നേഹിക്കുമ്പോൾ അത്രയും നമ്മളോട് സ്നേഹം ദൈവത്തിന് കൂടും. ഇതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യങ്ങൾ. ഇതെല്ലാം ഞാൻ പറയും, ഇതൊക്കെ ഒരു ഇവൻച്വലി ഒരു 6 വർഷകാലങ്ങളിൽ ഞാൻ പഠിച്ചും വായിച്ചും ഞാൻ മനസ്സിലാക്കി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹിന്ദു വേ ഓഫ് ലൈഫ്, ഹിന്ദു എന്ന് പറയുന്ന ഒരു വേ ഓഫ് ലൈഫാണ്. ഭയങ്കര ഒരു എന്താണ് പ്രൊഫൗണ്ട് വേ ഓഫ് ലൈഫാണ്. ആ പ്രൊഫൗണ്ട് വേ ഓഫ് ലൈഫിൽ ഞാൻ ഇറങ്ങി, എനിക്ക് ഡിഫറൻസ് വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ടാണ് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞാൻ ഉയർച്ചകളിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. പിന്നെ ഞാനിപ്പോൾ ലോകത്ത് എവിടെ യാത്ര ചെയ്താലും അതായത് എൻ്റെ ശരീരം മാത്രം, എൻ്റെ മനസ്സെന്നും ഇന്ത്യയിലായിരുന്നു, മനസ്സെന്നും കേരളത്തിലാണ്. ഞാൻ എല്ലാം വിട്ട് ഞാൻ തിരിച്ച് കേരളത്തിലേക്ക് വന്നു. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ സ്ഥലം, എനിക്ക് ഇന്ത്യ, കേരളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരിക്കലും റൂട്ട്സ് ഞാൻ മറക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി എനിക്ക് ഇന്ത്യയിൽ തന്നെ ജീവിക്കണം. ഞാൻ ലോകത്തെല്ലാം യാത്ര ചെയ്യും, ഇനി ഇന്ത്യയിൽ എനിക്ക് യാത്ര ചെയ്യണം, ഇന്ത്യയുടെ ഉള്ളിൽ യാത്ര ചെയ്യണം. ഈ വർഷം വാരണാസി, അങ്ങനെ ഋഷികേശ്, അവിടേക്ക് എനിക്ക് പോകണം. അപ്പോൾ അതുപോലെ എല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിൽ എനിക്കിനി മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ ഇനി കേരളത്തിൽ എവിടെയാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു പ്ലേസ്? ഓഫ് കോഴ്സ് എൻ്റെ ഡ്രീമാണ് ഗുരുവായൂർ ക്ഷേത്രം. ഗുരുവായൂരപ്പന്റെ നടയിൽ നിൽക്കുക എന്നതാണ് എല്ലാവരുടെയും ഒരു ഡ്രീമാണ്. അപ്പൊ അതുപോലെ ഞാൻ പറയും, ഗുരുവായൂരപ്പൻ വിളിച്ചാൽ
പിന്നെ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ആ ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പിന്നെ അതുകൂടെ ഞാൻ എല്ലാ അമ്പലങ്ങളിലും ഇവിടെ ദേവീക്ഷേത്രത്തിൽ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ദേവീക്ഷേത്രങ്ങളിൽ പോവും, എല്ലാം തിങ്കളാഴ്ച ശിവന്റെ ക്ഷേത്രങ്ങളിൽ പോവും. അങ്ങനെ എനിക്ക് ഇഷ്ടമാണ് ദീപാരാധനയ്ക്ക് പോകുന്നു. കാരണം ഈ അമ്പലം എന്ന് പറയുന്നതിന് എഗെയിൻ 5 എലിമെന്റ്സ് ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. ശബ്ദം, എന്താണ് മറ്റേ നമ്മുടെ ആരതി എടുക്കുമ്പോൾ തീയ്, അതുപോലെ ബെല്ലടിക്കുമ്പോൾ മണിയടിക്കുന്ന ശബ്ദം, എയർ, അങ്ങനെ പിന്നെ മന്ത്രങ്ങൾ, ഇതെല്ലാം അപ്പം അത്രയും പവർഫുൾ ആയിട്ട് ഒരു പ്ലേസിൽ നമ്മൾ ഓരോ ദിവസവും ആ ഡേറ്റ്, ആ പെർട്ടിക്കുലർ ഡേയിലുള്ള, ഇപ്പൊ ശിവന്റെ തിങ്കളാഴ്ച ആണെങ്കിൽ അവിടെ പോയി നമ്മൾ ഒരു 10 മിനിറ്റ് കൊടുക്കുമ്പോഴല്ലോ പുള്ളി നമുക്ക് വാരിക്കൊരു തരും. സ്നേഹമാണ്. ദൈവത്തിന് ദൈവം സ്നേഹിച്ചു തുടങ്ങിയാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സ്നേഹത്തിന് മുന്നിൽ നമുക്കൊന്നും ഇല്ല അവിടെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഓരോ ദിവസവും ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെതായ ഞാൻ സമയം മാറ്റിവെച്ച് ഇതെല്ലാം ഞാൻ ചെയ്ത് അതുകൊണ്ട് എന്നെ അങ്ങനെ തന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാനാണ് എനിക്ക് എൻ്റെ ആഗ്രഹവും. അപ്പം അതുപോലെ നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ആ ഒരു മഹാൻ ആയ അദ്ദേഹത്തിൻ്റെ കൂടെ എന്തെങ്കിലും ഞാൻ പറയും എന്തെങ്കിലും അദ്ദേഹത്തെ കാണുമ്പോൾ ഞാൻ ആറന്മുള കണ്ണാടിയായിട്ട് പോകും. ബിക്കോസ് ഞാൻ സെറ്റും കൊണ്ട് കൊടുത്തേ പോവുള്ളൂ, ഞാൻ കുറിയിട്ടേ പോവുള്ളൂ. ബിക്കോസ് എന്താണ് അത് ഞാനൊരു മലയാളിയായത് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ഞാൻ എന്താണോ എൻ്റെ പ്യുവർ 100% അതായിട്ട് തന്നെ അത് എനിക്ക് വേറൊരാളാവേണ്ട ആവശ്യമില്ല. ഐ ബി മൈ സെൽഫ്. ഞാൻ അങ്ങനെ തന്നെ പോകും. അപ്പൊ ആ ദിവസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ എന്തായാലും എന്താണ് അങ്ങനെ വരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്ര പെട്ടെന്ന് സംഭവിക്കട്ടെ. ഗുരുവായൂരമ്പലത്തെ അതുപോലെ എത്രയും പെട്ടെന്ന് പോട്ടെ. അത്രയും നല്ല പോസിറ്റീവ് എനർജിയാണ്. അപ്പൊ ഇതൊക്കെ ഇത്രയും ഹിന്ദുയിസത്തിലേക്ക് ഇങ്ങനെ പോയത് കൊണ്ടാണോ അച്ഛനെ ചിതാഭസ്മൊക്കെ അച്ഛനെ ദഹിപ്പിച്ചത്? അതുകൊണ്ടാണോ? അങ്ങനെ അച്ഛന് നല്ല ഹിന്ദുസത്തെ അത്രയും സ്നേഹിച്ചൊരു ആളായിരുന്നു പിതാവ്, നമ്മുടെ സംവിധായകനായിട്ടുള്ള KG ജോർജ് സാർ. എങ്ങനെയായിരുന്നു അദ്ദേഹം? അല്ല, എൻ്റെ ഫാദർ ആക്ച്വലി ഹിന്ദു ക്രിസ്ത്യൻ അങ്ങനൊന്നുമില്ല. എല്ലാവരെയും എന്താണ് ഒരു മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ്. എല്ലാത്തിനെയും പറ്റി പഠിച്ച് വിവരമുള്ള ഒരു മനുഷ്യനാണ്. ഇപ്പം ജീസസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു പറയുന്നത്. ജീസസ് ഒരു ദൈവമകനെന്നല്ല ഡാഡി പറയുന്നത്. ജീസസ് ഒരു മനുഷ്യനായിരുന്നു. ഇപ്പോഴും ഇവിടെ ബുക്കുണ്ട്, ലൈഫ് ബിഫോർ ക്രൈസ്റ്റ് ആൻഡ് ലൈഫ് ആഫ്റ്റർ ക്രൈസ്റ്റ്. അതിന് ഹിസ്റ്ററിയാണ്. അപ്പം അതിൽ പ്രൂഫുണ്ട്. അപ്പം ഡാഡി അങ്ങനെ വിശ്വസിക്കുന്ന ആളായിരുന്നു. പിന്നെ ഹിന്ദു മതം അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരു മതത്തിലും ഡാഡി വിശ്വസിച്ചില്ല. പക്ഷേ എല്ലാത്തിനെ പറ്റി അറിവുള്ള ഒരു മനുഷ്യനായിരുന്നു. ഡാഡിയുടെ തീരുമാനമായിരുന്നു ബോഡി എന്താണ് ദഹിപ്പിക്കണം, അതുപോലെ തന്നെ എവിടെയെങ്കിലും കൊണ്ട് ഒഴുക്കണം എന്ന് ഡാഡിയുടെ തീരുമാനമായിരുന്നു. പക്ഷേ അതിൽ എനിക്ക് അഭിമാനമാണ്. കാരണം അതാണ് ശരിയായ വഴി. അത് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ എല്ലാ വർഷവും ഡാഡിയുടെ ആത്മാവിന് ബലിയിടണം എന്ന് അത് ഞാൻ ചെയ്യിക്കും. എന്നെ കൊണ്ടാകുന്നിടത്തോളം, എൻ്റെ ആരോഗ്യവും ഓർമ്മയൊക്കെ ഉള്ളിടത്തോളം ഞാനത് ചെയ്യും. അപ്പം അതിൻ്റെ എന്താണ് ഇഫക്റ്റ്, അതായത് മരിച്ചുപോയ അവർക്ക് വേണ്ടി ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്യും. അപ്പൊ അതിന്റെ എല്ലാം എന്താണ് ചുമ്മാ പോയൊരു സർക്കസ് കാണിക്കുന്നതല്ല എൻ്റെ അർത്ഥം. അത് എന്താന്ന് കറക്റ്റായിട്ട് പഠിച്ച് അത് കറക്റ്റ് രീതിയിൽ എനിക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് 100% ഞാൻ ചെയ്യും. അപ്പൊ അതുപോലെ എന്താ ഹിന്ദു ഒരു മതമായിട്ടല്ല ഞാൻ കാണുന്നത്, ഒരു വേ ഓഫ് ലൈഫായിട്ടാണ് കാണുന്നത്. അതിൽ നിന്നും എനിക്ക് എന്തൊക്കെ ഇനിയും പഠിക്കാം. അത് എൻഡ്ലെസ് ആണ്. എത്ര വർഷം എടുത്താലും നമുക്ക് തീരില്ല. അത്രയ്ക്ക് ഇൻഫർമേഷനാണ് അടുത്തുള്ളത്. അപ്പോൾ ആ ഇൻഫർമേഷനെല്ലാം എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ പഠിക്കും, അപ്ലൈ ചെയ്യും. ഇപ്പം നമ്മുടെ മഹാത്മാഗാന്ധിജീനെ പറഞ്ഞാൽ ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ്. അല്ലാതെ മറ്റുള്ളവർ ചേഞ്ച് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാൻ പാടില്ല. നമുക്ക് ചേഞ്ച് ചെയ്യണോ, നമ്മൾ ചേഞ്ച് ചെയ്യാം ഫസ്റ്റ്. അതിൽ നിന്നാണ് തുടക്കം. അപ്പോൾ അതാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ ലൈഫിലെ ഒരു വൺ ഓഫ് ദ തിയറീസ് ആണ് അത്. അപ്പം അതുകൊണ്ട് ഐ വോണ്ട് ബി ദ ചേഞ്ച് ഐ വോണ്ട് ടു സീ ഇൻ ദിസ് വേൾഡ്. നമ്മൾ ചേഞ്ച് ചെയ്ത് നമ്മുടെ ലൈഫിനെ അങ്ങനെ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒന്ന് അടിച്ചേൽപ്പിച്ചിട്ട് സ്വീകരിക്കണം, അല്ലെങ്കിൽ ഇതാണ് നല്ലത്, അങ്ങനെ ഒരിക്കൽ പോലും ആരോടും പറയില്ല. പറഞ്ഞിട്ടുമില്ല, ഇനിയും പറയില്ല. ഇല്ല, ഒരിക്കലും. കാരണം ലിവ് ആൻഡ് ലെറ്റ് ലിവ്. നമ്മൾ എങ്ങനെ ഇപ്പം ഞാൻ പറയില്ല, നമ്മളിപ്പം ജീവിക്കുന്ന ഒരു ജീവിതശൈലി ഒരാൾക്ക് ഒരു ഉപദ്രവം ഇല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. അല്ലാതെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങളും അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതൊക്കെ അതൊക്കെ ഒരു ഇതാണ്. അതല്ല ഹിന്ദുയിസം. ദാറ്റ് ഈസ് നോട്ട് ഹിന്ദുയിസം. ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഫോക്കസ് ചെയ്യുക, ദൈവത്തിൽ ഫോക്കസ് ചെയ്യുക, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഫോക്കസ് ചെയ്യുക. ഓരോന്നും ചെയ്യുന്ന മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ എല്ലാം നമുക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ഗുണമെടുക്കുക. പക്ഷെ വേറൊരാളിപ്പം ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ, മുസ്ലിം അങ്ങനെ ഒരു ലൈഫാണ് അവർ ലീഡ് ചെയ്യുന്നത്. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുക. അത് അവരുടെ തീരുമാനം, അവരുടെ ഡിസിഷനാണ്. അപ്പം അത് റെസ്പെക്ട് ചെയ്താൽ നമുക്ക് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് തിരിച്ചു കിട്ടും, അല്ലേ? അപ്പം നമ്മൾ ഒരാളെ റെസ്പെക്ട് ചെയ്യുമ്പോൾ അവർ നമ്മളെ തിരിച്ച് റെസ്പെക്ട് ചെയ്യുന്ന വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ പറയാം, ഖത്തർ രാജാവ് എന്ന് പറയുന്നത് അവർ ഇസ്ലാമിക് റെസ്പെക്ട് ചെയ്യുന്നതും അതുപോലെ അത്രയും ഡീപ്പായിട്ട്. അപ്പം ഒരിക്കൽ പോലും നമ്മൾ അവിടെ പോയിട്ട് ഒരു മതത്തെ പറ്റി സംസാരിക്കുകയൊന്നും ചെയ്യില്ല. അവർ ചെയ്യുന്ന ആ ഒരു അത് റെസ്പെക്ട് ചെയ്തു. ഞാനൊരു ക്രിസ്ത്യനാണോ അങ്ങനെയൊന്നും ഒരിക്കലും അവിടെ ഇല്ല.
നമ്മളെല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്താണ് നമ്മൾ ഇതിന് മുന്നോട്ട്. അപ്പം അതിൻ്റെതായി അങ്ങനെ പോയി കഴിഞ്ഞാൽ ഐ തിങ്ക് എനിബഡി ക്യാൻ ലീവ് ഒരു സമാധാനമായിട്ട് ഒരു ജീവിതം, സമാധാന ജീവിതമാണ് ഏറ്റവും നല്ലത്. ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ദൈവം ആരാണ്? ഇഷ്ടപ്പെട്ട ദേവൻ ആരാണ്? ഇഷ്ടപ്പെട്ട ദൈവം എപ്പോഴും പ്രാർത്ഥിക്കും നമ്മൾ എപ്പോഴും മനസ്സുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഒരു മുഖം ഓർമ്മ വരുമല്ലോ, അങ്ങനെയല്ല പെട്ടെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതെ, ഇപ്പം ഇംഗ്ലീഷ് പറയാൻ ആൻസെസ്ട്രൽ ഗോഡ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറയാൻ കുലദൈവം എന്നൊക്കെ പറയും അല്ലേ. അപ്പം എൻ്റെ ആൻസെസ്ട്രൽ ഗോഡ് എന്ന് പറയുന്നത് ഗീവർഗീസ് സെയിന്റ് ജോർജ് ആണ്. അപ്പം അവിടാണ് എല്ലാ തുടക്കം, അവിടെ നിന്നാണ്. പിന്നെ ലോർഡ് ശിവൻ എന്ന് പറയുന്നത് എനിക്കൊരു ഒരു ഫാദർ, ഒരു അച്ഛനെ പോലാണ്. ദേവി എന്ന് പറയുന്നത് എനിക്കൊരു അമ്മയെ പോലാണ്, യുനോ. അപ്പം ആ ശിവശക്തി, അതാണ് നമ്മൾ ശിവനും ശക്തിയുമാണ്. ആ ശിവനും ശക്തിയും എന്നും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പം ആ എല്ലാ ദൈവങ്ങളും എക്സിസ്റ്റ് ചെയ്യുന്നത് മന്ത്രങ്ങളിലാണ്, യുനോ. നമ്മൾ ശിവസഹസ്രനാമം പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ശിവനെയാണ് നമ്മൾ ഉണർത്തുന്നത്. നമ്മൾ ലളിത സഹസ്രനാമം പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദേവിയാണ് നമ്മൾ ഉണർത്തുന്നത്. അപ്പം അതുപോലെ ഓരോ മന്ത്രങ്ങളും കൂടെ എൻ്റെ ഉള്ളിലുള്ള ശിവനെയും ദേവിയെയും ഞാനിങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഓബ്വിയസ്ലി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ എൻ്റെ റൂട്ട്സായ സെയിൻറ്റ് ജോർജ് ആണ്. എൻ്റെ ഫസ്റ്റ് അതാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ എല്ലാം ദൈവം. അപ്പം അതുപോലെ മഹാവിഷ്ണു എന്ന് പറയുന്നത് തിരുപ്പതി ബാലാജി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു എങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, ഞാൻ ഇങ്ങനെ മതിമറന്ന് നിന്ന് പോയെന്നൊക്കെ പറയും. അപ്പൊ മഹാവിഷ്ണു എന്ന് പറയുന്നത് എനിക്ക് അതാണ്, ഒരു ആരാധനയാണ്, അല്ലെ ശ്രീകൃഷ്ണൻ ഒരു ആരാധനയാണ്. അങ്ങനെ ഓരോന്നും. പിന്നെ എല്ലാത്തിനും ഞാൻ ഒരു യാത്ര തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ആദ്യം ഗണപതിയുടെ അമ്പലത്തിൽ പോയി ഒരു തേങ്ങ ഉടച്ചിട്ടേ ഞാൻ എന്ത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, അപ്പൊ അങ്ങനെ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യണം. മുരുകൻ എന്ന് പറയുന്നത്, സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു ഗുരുവാണ്. ജ്യോതിഷം, ന്യൂമറോളജി, ഇതിന്റെയൊക്കെ ഗുരുവാണ്. അപ്പൊ നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ പുള്ളിയുടെ ഒരു ഹെൽപ്പ്, അതായത് കറക്റ്റ് രീതിയിൽ ഒന്ന് നയിക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ എല്ലാരെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. എല്ലാരെയും അതിൻ്റെതായ രീതിയിൽ നമ്മൾ ഇൻവോക്ക് ചെയ്താൽ അതിൻ്റെതായ ഗുണം നമുക്കുണ്ടാവും. അപ്പൊ അങ്ങനെ ഫേവറേറ്റ് ഒന്നുമില്ല, പക്ഷെ ഓരോ കാര്യത്തിനും ഒരു ദൈവം, ഒരു ഡേറ്റി ഉണ്ട് എനിക്ക്. അതെ. ഇനിയിപ്പോ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി സിനിമയിലെങ്ങാനും എപ്പോഴെങ്കിലും വരും, അങ്ങനെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് എപ്പോഴെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെ നമുക്ക് കാണാൻ പറ്റുമോ? അങ്ങനെ ആ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? സിനിമ യെസ്, ഡെഫിനറ്റ്ലി കാർഡ്സിലുണ്ട്. അത് ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഓഫ്കോഴ്സ് എൻ്റെ ഡാഡി ഒരു ലെജൻഡ് ആയിരുന്നു. മലയാളം മൂവിക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു മനുഷ്യനാണ് എൻ്റെ ഫാദർ. അപ്പം ഡാഡിയുടെ നെയിം, ഒരു ലെഗസി ഓഫ്കോഴ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ബിക്കോസ് എന്താ പറയുന്നത്, അത് അങ്ങനെ ഒരു മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് അത് ചുമ്മാ ഒരു ആനിവേഴ്സറി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ പോകുന്ന ഒരു വ്യക്തിയല്ല എൻ്റെ ഫാദർ. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി മൂവിയിലേക്ക് ഞാൻ ഡെഫിനറ്റ്ലി എൻറ്റർ ചെയ്യും. ബിഗ് പ്ലാൻസ് ആർ ദേർ. അതെല്ലാം 2024 നമ്മൾ കമ്മിങ് മന്ത്സിൽ നമ്മൾ റിലീസ് ചെയ്യും. ആസ് എ ഫാമിലി നമ്മൾ അതെല്ലാം ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൂവിയിൽ യെസ് വി ആർ എൻട്രിങ്. അത് ഇസ് ഗോൺ ബി ലോഞ്ച് ഒക്കെ ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് തന്നെ ആയിരിക്കും. എൻ്റെ ഡാഡി ഡെഫിനറ്റ്ലി ഓണർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ മൂവിയിലേക്ക് എൻട്രി ചെയ്യാനുള്ള പ്ലാനൊക്കെ ഓൾറെഡി ഉണ്ട്. ബട്ട് യെസ്, മൂവീസ് ഡെഫിനറ്റ്ലി ഇസ് ഇൻ. യാ, നമ്മുടെ KG ജോർജ് സാറിന്റെ സിനിമകളിലെല്ലാം തന്നെ നല്ല ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളാണ്. അപ്പൊ അതുപോലെ തന്നെ ശക്തിയായിട്ടുള്ള ഒരു മകളെയാണ് അദ്ദേഹം നമുക്കൊക്കെ സമ്മാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ആ പഴയ സിനിമ ഏതെങ്കിലും ഇപ്പൊ 4K പടങ്ങളൊക്കെ ഇറങ്ങിയൊക്കെ വരുന്നത്, അങ്ങനെ KG ജോർജ് സാറിന്റെ സിനിമകളൊന്നും നമുക്കൊന്നും തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ല. അങ്ങനെ കാണാനുള്ള എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി പുതിയ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കും എപ്പോഴെങ്കിലും? ഉണ്ട്. ഡെഫിനറ്റ്ലി നമ്മുടെ മലയാളം മൂവി ഇൻഡസ്ട്രി എന്താ പറയുന്നത്, അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ചുമ്മാ പറഞ്ഞതല്ല, അത് ശരിക്കും അവർ റിയലി അതിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പഞ്ചവടി പാലം, യവനിക, ഇതൊക്കെ റിലീസ് തിയേറ്റേഴ്സിൽ റിലീസ് ചെയ്യണമെന്നാണ്. പക്ഷെ അതിന്റെ പ്രിൻസും നമ്മൾ ചുമ്മാ ഒരു മൂവി റിലീസ് അതിന്റെ കറക്റ്റ് വേർഷൻ അതൊക്കെ ടേക്സ് ടൈം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നന്നായി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിന് കംപ്ലീറ്റ് സപ്പോർട്ട് എനിക്ക് മൂവി ഇൻഡസ്ട്രി ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതാണ്. അപ്പം എല്ലാം കൂടെ ഡാഡിയുടെ മൂവീസ് റിലീസ് ചെയ്യാനുള്ള പ്ലാനും, പിന്നെ അതുപോലെ നല്ല മൂവീസ് ഡാഡിയുടെ ഒരു ഓർമ്മയിൽ കൂടെ നമുക്ക് മലയാളം മൂവീസ് കോൺട്രിബ്യൂട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളൊരു ബിഗ് ഒരു പ്രോജക്റ്റ് നമ്മളിപ്പോൾ എന്തായാലും അടുത്ത് തന്നെ നമ്മളത് ഉണ്ടാവും. അപ്പം ഡെഫിനറ്റ്ലി എൻ്റെ ബ്രദറും ഞാനും ഇനി മൂവി ഇൻഡസ്ട്രിയിൽ നമ്മൾ എന്തായാലും സജീവം ഇന്ത്യൻ മൂവി എന്ന് പറയാം. ബിക്കോസ് മലയാളം മാത്രമല്ല, നമ്മൾ ഒരു ഇന്ത്യൻ മൂവി തന്നെ കാരണം അത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇത്രയും വലിയ ഒരു മലയാളത്തിന്റെ അഭിമാനമായിട്ടുള്ള അത്രയും വലിയൊരു സംവിധായകന്റെ മക്കള് ആ ഒരു മേഖലയിൽ നിന്ന് വ്യതിചലിച്ചു പോയി വേറെ മേഖലയിലൊക്കെ ആക്റ്റീവാണ്. എന്നാൽ കൂടി നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ആ ഒരു കാര്യം. അപ്പൊ അത് ഡെഫിനറ്റ് ആയിട്ട് വേണം തന്നെയാണ്. ഇപ്പൊ ഈ വാക്ക് കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി. അപ്പൊ ഇനി മറ്റു എന്തൊക്കെയാണ് പ്ലാൻസ്? ഇനി എന്തൊക്കെയാണ് ചെയ്യാനാണ് ആഗ്രഹം? ഫ്യൂച്ചർ പ്ലാൻസ് വേറെ എന്തൊക്കെയാണ്? രാഷ്ട്രീയത്തിലേക്ക് അല്ല, നരേന്ദ്രമോദിജിയെ കാണുക,
അങ്ങനത്തെ അതിലേക്കല്ലാതെ ഇനിയിപ്പോ വേറെ എന്തൊക്കെയാണ് പ്ലാൻസ് ഉള്ളത്? ഇനി ഇന്ത്യയിൽ തന്നെ എനിക്ക് ഫോക്കസ് ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. ഞാൻ മിഡിൽ ഈസ്റ്റിലും എല്ലാം ഓബിയസ്ലി ഞാൻ കുറെ വർഷം അവിടെ സ്പെൻഡ് ചെയ്തു, അതിൻ്റെതായ ഗുണം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇനിയുള്ള കാലം എനിക്ക് ഇന്ത്യയിൽ നിൽക്കണം, എനിക്ക് ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, നല്ലത് ചെയ്യണം. അതുപോലെ മെഡിറ്റേഷൻ, യോഗ, സ്പിരിച്വാലിറ്റിയെ പറ്റി നമുക്ക് ഷെയർ ചെയ്യാം, നമുക്ക് നമ്മൾ പഠിച്ചത് നമ്മൾ നോളജ് എല്ലാം ഷെയർ ചെയ്യാം. അപ്പൊ അത് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോജക്ട്സ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ള ഗുരുക്കന്മാര് അവരെയൊക്കെ ഒന്നിപ്പിക്കുക, അങ്ങനെ നല്ല ഒരു പ്ലാൻ ഉണ്ട്. ബട്ട് ഇനി അങ്ങോട്ട് ഇന്ത്യയിൽ തന്നെ ഫോക്കസ് ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. കാരണം എന്താ പറയുക, നമ്മള് ഓരോ വർഷം കൊണ്ട് നമ്മൾ ചെറുപ്പമല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇനിയിപ്പം എൻ്റെ രാജ്യത്തിന് വേണ്ടി എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ന ഒരു പ്ലാനിലാണ്. അപ്പൊ അതിനെ ബേസ്ഡ് ആയിട്ട് ഞാനിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2024 എന്തായാലും നല്ല നല്ല കാര്യങ്ങൾ എന്തായാലും എല്ലാവർക്കും പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ ഇന്ത്യയിൽ കൂടുതൽ സജീവമായിരിക്കാം. അപ്പം എല്ലാവർക്കും ഐ ഹോപ്പ് എവറിബഡി സപ്പോർട്ട്സ് മീ. ഞാനൊരു മലയാളി ആയതുകൊണ്ട് ഞാൻ ഒരിക്കലും ലോകത്ത് എവിടെ പോയാലും ഞാൻ മലയാളത്തിലേ സംസാരിക്കത്തുള്ളൂ. അത് വലിയൊരു കാര്യമാണ്. ഇത്രയും മലയാളത്തിൽ ഇത്രയും രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച്, അതുമാത്രമല്ല ക്യാബിൻ ക്രൂ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ഇംഗ്ലീഷേ സംസാരിക്കും. അപ്പൊ എന്നിട്ടും ഇത്രയും മലയാളം ഇംഗ്ലീഷും ആയിട്ടല്ല സംസാരിക്കുന്നത്, പക്കാ മലയാളത്തില്. അത് ഭയങ്കര ഒരു ഇന്നത്തെ ആൾക്കാർ കണ്ടുപഠിക്കണ്ട. മക്കള് ഇംഗ്ലീഷ് പഠിച്ചാൽ മാത്രമേ വലിയ ആളാവൂ, അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചാൽ വലിയ ആളാവില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു പൊതുധാരണയുണ്ട്. അതിനൊക്കെ മാറ്റി കുറിക്കുന്ന ഒരു ഉദാഹരണമാണ്. അപ്പോ എന്താണ് ഈ ആരോഗ്യപരമായ ശരീരവും മനസ്സും, അതുപോലെ തന്നെ എന്താണ് അങ്ങനെ എന്തെങ്കിലും ഒന്നൊരു സന്ദേശം കൊടുക്കാൻ പറഞ്ഞാൽ ഒന്ന് പറയാ, ഹിന്ദുത്വത്തെ കുറിച്ചായാലും ഒരു നല്ലൊരു കാര്യം ഒന്ന് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട്? തീർച്ചയായിട്ടും. ആക്ച്വലി നമ്മുടെ മൈൻഡ്, ബോഡി, സ്പിരിറ്റ്, അതാണല്ലോ ഈ മൂന്ന് കാര്യം ഒരുമിച്ച് വരുന്ന ഹോളിസ്റ്റിക്, അതായത് ഹോൾ ഒരുമിച്ച്, ലൈക്ക് എവറിത്തിങ് ടുഗദർ. അപ്പൊ നമ്മുടെ മൈൻഡും ബോഡിയും സ്പിരിറ്റും നമ്മൾ ഫോക്കസ് ചെയ്യുക, അതായത് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സെന്ന് പറയുന്നത് എന്താ പറയുക, നമ്മളെ പലരെയും മനസ്സാണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഡിഫറൻസ് വരും. അപ്പൊ മനസ്സെന്ന് പറയുന്നത് ഫുഡ് ഫോർ തോട്ട്, അതായത് നമ്മൾ എന്ത് വായിക്കുന്നു, നമ്മൾ എന്ത് കാണുന്നു, നമ്മൾ എന്ത് ചിന്തിക്കുന്നു, അതാണ് നമ്മുടെ മനസ്സിനുള്ള ഫുഡ്. അപ്പൊ കറക്റ്റ് ഫുഡ് ഫീഡ് ചെയ്താൽ കറക്റ്റ് ആയിട്ടുള്ള ഇത് കിട്ടും, ഇൻഫർമേഷൻ കിട്ടും. അല്ലെ ശരീരം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ആലോചിക്കണം, നമ്മുടെ ശരീരത്തിൽ എന്തിടുന്നോ അത് അതിന്റെ ഇഫക്റ്റ് എന്തായാലും ബോഡിയിൽ വരും. അപ്പൊ മാക്സിമം നമ്മൾ ലെസ് ഹാർംഫുൾ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാം. ഇപ്പൊ മധുരം കഴിക്കാൻ പാടില്ല, അത് കഴിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. എല്ലാം വേണം നമ്മുടെ ജീവിതത്തിൽ. ബിക്കോസ് നമ്മുടെ വയറിൽ നമ്മൾ വിശപ്പ് മാറ്റി മാത്രമല്ല ചെയ്യാം, നമ്മുടെ നാക്കിൽ നമ്മുടെ ഓരോ പാലറ്റ്സ് ഉണ്ട്, മധുരം, ഉപ്പ്, പുളി, എങ്ങനെ ആ പാലറ്റ്സ് നമ്മൾ പ്ലീസ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പൊ മധുരം കഴിക്കണമെന്ന് കഴിക്കുക, പക്ഷെ ഒരു ഫുൾ കേക്ക് കഴിക്കുന്ന ഒരു പീസ് കഴിക്കുക, ആ ഒരു ഡിഫറൻസ്. പക്ഷെ ഒന്നും നമ്മൾ ജീവിതത്തിൽ മാറ്റി വെക്കണം ഒരിക്കലും നമ്മൾ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളത് എപ്പോഴും കഴിക്കണം, കുറച്ച് കഴിച്ചാൽ അത്രയോ നല്ലത്. പിന്നെ നമ്മുടെ ആത്മാവിന്റെ ഫുഡ് എന്ന് പറയുന്നത് കർമ്മ. നമ്മൾ സൽക്കർമ്മം ചെയ്താൽ അതിപ്പം ഇനി ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ലൈഫ്, ഒരു ജന്മം ഉണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ ഏതായാലും അയക്കുമ്പോൾ നല്ലത് കൊടുത്ത് അയക്കാമല്ലോ. അപ്പൊ നമ്മൾ സൽക്കർമ്മങ്ങളിൽ ഫോക്കസ് ചെയ്താൽ, നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് വരും. അതുകൊണ്ട് നമ്മുടെ ആത്മാവിനാണ് ഗുണം. അപ്പൊ അതുപോലെ മൈൻഡ്, ബോഡി, സ്പിരിറ്റ് നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മുടെ എന്താ പറയുന്നത് കറക്റ്റ് ഫുഡ് നമ്മുടെ മനസ്സിന് കൊടുക്കുക, കറക്റ്റ് ഫുഡ് നമ്മുടെ ബോഡിക്ക് കൊടുക്കുക. അപ്പൊ അതുപോലെ തന്നെ കറക്റ്റ് കർമ്മങ്ങൾ നമ്മുടെ ആത്മാക്കൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നല്ല ചേഞ്ചസ് വരും ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ യോഗ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, ഒരു 15 മിനിറ്റ് നടന്നാൽ മതി. 24 മണിക്കൂർ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ശരിയല്ലേ? അതിലൊരു 15 മിനിറ്റ് നമുക്ക് വേണ്ടി മാറ്റി വെക്കണം. അത് ചിലർക്ക് സ്കിപ്പ് ചെയ്യുന്ന ഇഷ്ടമാണ്, ചിലർക്ക് സ്വിം ചെയ്യുന്ന ഇഷ്ടമാണ്, ചിലർക്ക് യോഗ, ജിം, എന്താണെങ്കിലും ഒരു 15 മിനിറ്റ് നമ്മുടെ ബോഡിക്ക് ഒരു ആക്ടിവിറ്റി, ദേഹം അനങ്ങണം, അത്രേ ഉള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞാൽ മതി. അപ്പൊ നമ്മുടെ മൈൻഡും ബോഡിയും നമ്മുടെ സോളും ഫോക്കസ് ചെയ്താൽ ലൈഫ് വിൽ ബിക്കം പെർഫെക്റ്റ്. അതാണ് ഏറ്റവും വലിയ ഒരു ഇത് എനിക്ക് പറയാനുള്ളത്. അപ്പൊ പാർട്ടിയെ കുറിച്ചും നരേന്ദ്രമോദിജിയെ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞു. ഞാൻ ചോദിച്ചു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ട്, ഇങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് വരാൻ അതിനൊരു മെന്റർ ഉണ്ടോ ലൈഫിൽ? അങ്ങനെ വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടോ ആരെങ്കിലും? തീർച്ചയായിട്ടും. ഇപ്പൊ മൂവിയിലാണെങ്കിൽ എന്റെ മെന്റർ എന്ന് പറയുന്നത് ഡാഡി തന്നെയാണ്. ഡാഡിയെ കണ്ടാണ് ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ. അപ്പം ഇനിയിപ്പോ ഒരു മൂവി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എന്റെ ഡാഡിയെ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ അതുപോലെ ഒരു ഇമ്പാക്ട്ഫുൾ മൂവീസ് ക്രിയേറ്റ് ചെയ്യണം എന്റെ ആഗ്രഹം. അതുപോലെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഇതിനെ പറ്റിയൊക്കെ അത്രയും ഒരു പവർഫുൾ മേഖലയിലേക്ക് വരാൻ ഡെഫിനറ്റ്ലി എനിക്കൊരു മെന്റർ ഉണ്ട്, മിസ്റ്റർ രോഹിത് ജി മേച്ചേരി. ഞങ്ങൾ രോഹിത് ജി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എല്ലാം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും, എല്ലാം പഠിച്ച് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കും. അതെ, അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് നമ്മുടെ മുന്നിൽ വന്നാലും ഏതൊരു ഓപ്പർച്യൂണിറ്റി വന്നാലും അത് നമ്മൾ ട്രൈ ചെയ്യാനുള്ള, റിസ്ക് എടുക്കാനുള്ള ഒരു മനസ്സ് വേണം. അല്ലാതെ നമുക്ക് എന്ത് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒന്നിനും പറ്റത്തില്ല. പക്ഷെ നമ്മൾ ട്രൈ ചെയ്താൽ ഇത് വിജയിക്കണമെന്നില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ്
ഒരു ട്രൈ അതെങ്കിലും നമ്മൾ കൊടുക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എനി ഓപ്പർച്യൂണിറ്റീസ് ആണ് ഓപ്പൺ. ഞാൻ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഇനിയിപ്പം ഏത് ഓപ്പർച്യൂണിറ്റി ലൈക്ക് ഒരു നല്ല കാര്യം വന്നാലും ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ രണ്ട് കൈയും സ്വീകരിക്കുന്നു. റിസ്ക് എടുത്തവരെ ലൈഫിൽ വിജയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ തയ്യാറാണ് ഏത് മേഖലയിലാണെങ്കിലും. അതെ അതെ അതെ, കാൽക്കുലേറ്റഡ് റിസ്ക് ഭയങ്കര ഇമ്പോർട്ടന്റ്. റിസ്ക് പറഞ്ഞത് പക്ഷെ കാൽക്കുലേറ്റഡ് റിസ്ക്, ഈ റിസ്ക് എടുത്താൽ എന്ന് നമ്മൾ ചിന്തിച്ചെടുക്കുന്ന റിസ്കുകൾ ഡെഫിനറ്റ്ലി നമുക്ക് ഹെൽപ്ഫുൾ ആകും. അത് ഞാൻ വളരുവാണെങ്കിൽ എന്റെ കൂടെയുള്ളവരും വളരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നവരാണ്. അതായത് ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി റിലേറ്റീവ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ ഒരു നിലയിലെത്തുമ്പോൾ അവരും എന്റെ കൂടെ ഒപ്പം ഉണ്ടായിരിക്കണം, അവരും എന്റെ ഒപ്പം വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു മനസ്സ്, നല്ല മനസ്സ്, ഇന്നത്തെ കാലത്തൊന്നും ഇല്ലാത്ത ഒരു മനസ്സാണത്. അപ്പോ ഒരുപാട് സന്തോഷം. ഇത്രയും നല്ല, എനിക്ക് എന്താ പറയാ, നിർത്താൻ തോന്നുന്നില്ല. നമ്മുടെ ഒരു സമയമൊക്കെ കൊണ്ട് നിർത്തുന്നതാണ്. അത്രയും നല്ല, ഇത്ര സമയമൊന്നും പോരാ, നമ്മള് ഒരുപാട് വേണ്ടി വരും. ഒരുപാട് നന്ദി. നമുക്ക് നരേന്ദ്രമോദിജിയെ പറ്റി ഒരു എപ്പിസോഡ് മാത്രം. അപ്പൊ പിന്നെ എനിക്ക് എല്ലാം പറയാം, എനിക്ക് പറയാൻ പറ്റുന്നൊക്കെ. നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. റോൾ മോഡൽ. കാരണം അത് എന്താ പറയാ, ഇന്നത്തെ ഈ സമൂഹത്തില് അത് പറയുന്ന ഒരു വലിയ കാര്യമാണ്. കാരണം അത്രയും നെഗറ്റീവായിട്ടാണ് ആ ഒരു വ്യക്തിയെ ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അത്രയും നെഗറ്റീവായിട്ടാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു കാര്യം തന്നെ. കാരണം എല്ലാവരിലും നന്മയും തിന്മയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ നരേന്ദ്രമോദിജി എത്രയും പെട്ടെന്ന് കാണാൻ പറ്റട്ടെ, ഒരുപാട് നേരം ചെലവഴിക്കാൻ പറ്റട്ടെ ഒക്കെ ഞാൻ ആഗ്രഹിക്കും. അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ശക്തമായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് ഒരു കടന്നുവരവ് തന്നെയാണ്. മോദിജി എവിടെയുണ്ട് അവിടെ തന്നെ എത്തട്ടെ. അപ്പോ ഒരുപാട് നല്ല കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്റെ എന്താ പറയാ, എന്നെ ഇവിടെ വന്ന് എന്നെ പറ്റി ഇന്റർവ്യൂ ഒക്കെ ചെയ്യാൻ ഒരു ടൈം കണ്ടെത്തിയതിൽ എനിക്ക് ഭയങ്കര നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ടു യു ആൻഡ് ദ ചാനൽ. ആൻഡ് എന്താ പറയാ, എന്റെ ഈ ഒരു ഇന്റർവ്യൂവിൽ കൂടെ ഒരു നല്ലൊരു മെസ്സേജ് എത്തിക്കാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നു. ഒരാളെങ്കിലും എനിക്ക് ഇമ്പാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇപ്പൊ നരേന്ദ്രമോദി ചെയ്യുന്ന പോലെ ഒരാളെങ്കിലും എന്നെ ഇമ്പാക്ട് ചെയ്തില്ലേ, അതുപോലെ എനിക്ക് ഒരാളെ ഇമ്പാക്ട് ചെയ്യാൻ പറ്റും, എനിക്ക് അത് മതി. അപ്പൊ എന്തായാലും എല്ലാവർക്കും എന്റെ ഇത് ഞാൻ താങ്ക് യു പറയുന്നു. ആൻഡ് ടു ദ വ്യൂവേഴ്സ് ഓൾസോ. ജയ് ശ്രീറാം.